നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സമൂഹം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതും നടപടിയെടുക്കേണ്ടതുമായ ഒരു വിഷയമാണ്. സമീപകാല വലിയ കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ടത്. ലഹരി എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട്. ലഹരി മുക്തമായ ഒരു സമൂഹം എന്നത് ഒരു സങ്കല്പം മാത്രമാണ് താൻ. പ്രായോഗിക തലത്തിൽ അതൊരിക്കലും സാധ്യവുമല്ല. എന്നാൽ നിരോധനം കൊണ്ട് ഈ ലഹരി ഉപയോഗം തടയാനും ആവില്ല. പക്ഷേ ലഹരിയുടെ പിടിയിലായ ഒരു സമൂഹം എന്നത് അത് വലിയ അപകടമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ലഹരിയിലേക്ക് നീങ്ങുന്ന അവസ്ഥ ഏറ്റവും ഭീകരമാണ്. മുൻകാലങ്ങളിലെ പോലെ മദ്യമോ സിഗരറ്റോ മുറുക്കാനോ ഒന്നുമല്ല പുതിയ തലമുറയുടെ ലഹരി. അത് കഞ്ചാവിനുമൊക്കെ അപ്പുറം രാസ ലഹരിയിലാണ്. മറ്റ് ലഹരികൾ പോലെ കുട്ടികൾ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിച്ചാലോ മണം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വർത്തമാനം കൊണ്ടോ അവരുടെ പ്രവൃത്തി കൊണ്ടോ ഒന്നും വേഗത്തിൽ തിരിച്ചറിയാനും കഴിയില്ല. ഇത്തരം രാസലഹരിയുടെ പിടിയിലായവർ മനുഷ്യർ തന്നെ അല്ലാതായി മാറും. മൃഗമെന്നോ പിശാചെന്നോ എന്നൊക്കെ പറഞ്ഞാൽ പോലും കുറഞ്ഞു പോകും എന്ന് ചിലപ്പോൾ അവരുടെ പ്രവൃത്തി കാണുമ്പോൾ തോന്നും. ചിന്തിക്കാൻ പോലും കഴിയാത്ത ക്രൂരത ചെയ്യുന്നവരായി ഇവർ മാറും. വലിയ തോതിൽ ലഹരിക്കെതിരായ പോരാട്ടം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് ഇത് മെച്ചപ്പെട്ട പ്രവർത്തനം ആണ് താനും. പക്ഷേ അതുകൊണ്ടൊന്നും മാത്രം നമ്മുടെ ഈ ലഹരിയുടെ വ്യാപനം തടയാൻ കഴിയുന്നില്ല. ഇത് എങ്ങനെയാണ് തടയാൻ കഴിയേണ്ടത്? ഭരണകൂടം മാത്രം വിചാരിച്ചാൽ കഴിയുമോ? സമൂഹവും മാത്രം വിചാരിച്ചാൽ കഴിയുമോ? അതോ സമൂഹവും ഭരണകൂടവും എല്ലാവരും ഒന്നിച്ചു നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി ലഹരിക്കെതിരെ ഒരു വലിയ പോരാട്ടം നയിക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ് നമുക്കിതിന് പരിഹാരം കാണേണ്ടത്? പരിഹാരം കണ്ടില്ലെങ്കിൽ നാളെയുടെ കേരളത്തെയാവും അത് ഏറ്റവും കൂടുതൽ അപകടപ്പെടുത്തുക. ഓരോരുത്തരുടെയും ജീവനും സ്വത്തും അവരുടെ ഭാവിയും ഒക്കെയാവും അപകടപ്പെടുക. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഞങ്ങളിന്ന് പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പ്രതികരിക്കാം. കരുനാഗപ്പള്ളിയിൽ നിന്നും ശ്രീ കൃഷ്ണകുമാറാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ കൃഷ്ണകുമാർ, ഈ സമൂഹത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള വലിയ മൂവ്മെന്റുകളൊക്കെ നടക്കുന്നുണ്ട്. വിമുക്തിയും ഡീഹണ്ടും ഒക്കെ നടക്കുന്നു. ദിവസവും നിങ്ങൾ പത്രത്തിലും ചാനലുകളും എല്ലാം വാർത്തകൾ വായിക്കുന്നു. കഞ്ചാവുമായി പിടിച്ചു, MDMA പിടിച്ചു ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ ലഹരിയുടെ ഒരു വ്യാപനം, പ്രത്യേകിച്ച് ഏറ്റവും ചെറുപ്പക്കാരായ കുട്ടികളിലേക്ക് അവരൊക്കെ ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കാൻ കഴിയാത്ത ക്രൂരതയിലേക്കൊക്കെ അവർ ചെന്ന് വീഴുകയാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? എവിടെയാണ് നമുക്ക് പിഴച്ചത്? നമസ്കാരം സാർ, ഞാൻ പുഷ്പരാജൻ കൃഷ്ണകുമാർ സാറേ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ പിടിക്കുന്ന സാധനങ്ങൾ ഞാൻ ഈ അടുത്ത സമയത്ത് മൊബൈലിനകത്ത് കണ്ട ആന്ധ്രാപ്രദേശിൽ ആ സർക്കാർ അതും നശിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ പിടിക്കപ്പെടുന്ന സാധനങ്ങളൊന്നും എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു എന്ന് സെമിനാർ കൊണ്ടോ സമ്മേളനം കൊണ്ടോ ഒന്നും ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല. ഇതെവിടുന്ന് വരുന്നു, അതെങ്ങനെ നശിപ്പിക്കണം എന്ന് സർക്കാർ തന്നെ തീരുമാനം. ഇപ്പം ഒരാളുടെ ഇന്ന് 2 കിലോ കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാൽ പിഴ അടച്ച അയാളെ പറഞ്ഞു വിടുക. എന്റെ നാട് ഈ കരുനാഗപ്പള്ളിയിൽ നിന്നും തോട്ടിൽ വെച്ചു, ഈ തോടിന്റെ അരുവിന് വെച്ച് സാഹസികമായിട്ടാണ് എക്സൈസുകാരുമായിട്ട് അടിയുണ്ടായി പിടിക്കപ്പെട്ടത്. പക്ഷെ പിറ്റേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ ഒരു ചുറ്റുമുള്ള റെയിൽവേ ക്രോസിന്റെ അടുത്തിരിക്കുന്നു. അത് പിഴയടയ്ക്കുന്ന പരിപാടി ആദ്യം നിർത്തണം. എന്ത് മയക്കുമരുന്ന് പിടിച്ചാലും അയാളെ പിഴ അടച്ചിടുക. ഞാൻ കരുനാഗപ്പള്ളി എക്സൈസ് ഓഫീസിൽ ചെല്ലുമ്പം ഒരു ടീച്ചറുടെ മകൻ കുറെ മയക്കുമരുന്നായിട്ട് പിടിക്കപ്പെടുക, കല്ലേരി ഭാഗത്തുള്ള. അപ്പം ഈ ടീച്ചറെ എന്റെ കൂടെ നിൽക്കുന്ന സുഹൃത്ത് പറയും, എന്നെ പഠിപ്പിച്ച ടീച്ചറാ പോകുന്നത്. ആ ടീച്ചർ കഴിഞ്ഞ ആഴ്ച 20,000 രൂപ പിഴയടച്ച് ഈ കുട്ടിയെ കൊണ്ടുപോയതാ. അത് സെപ്റ്റംബർ 12-ാം തീയതി, ഈ കഴിഞ്ഞ സെപ്റ്റംബർ 12-ാം തീയതി ഓണത്തിനെടുത്ത്. അപ്പൊ പിന്നെ ഈ ടീച്ചറും ഭർത്താവും കൂടെ വരുന്ന കണ്ടപ്പോഴത്തേക്ക് ഈ എക്സൈസ് ഓഫീസർ ചാടി എണ്ണീച്ചു കസേരയിൽ നിന്ന്. എന്തുവാ അടുത്ത കൊട്ടേഷൻ? അതായത് ഇവർക്ക് എക്സൈസ് ഓഫീസർമാർക്ക് ഇതൊരു കൊട്ടേഷനാണ്. ഈ പൈസ വാങ്ങിച്ച് പിഴ അടയ്ക്കുന്നതല്ലാതെ ആജീവനാന്തം ഈ അങ്ങനെ പിഴ വീണ്ടും ആവർത്തിച്ച് കുറ്റം ചെയ്താൽ, അങ്ങനെ എൻ്റെ അളവൊക്കെ വെച്ചിട്ടാണ് നിയമമുള്ളത്. അങ്ങനെ പിഴ അടച്ചുകൊണ്ട് മാത്രം ആവർത്തിച്ച് കുറ്റം ചെയ്താൽ അങ്ങനെ നേടാൻ കഴിയില്ല. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്തും. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, എവിടെയാണ് നമ്മുടെ സമൂഹത്തിന് തെറ്റുപറ്റിപ്പോയത്? നമസ്കാരം. സമൂഹത്തിനല്ല തെറ്റ് പറ്റിയിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ പാർട്ടിക്കാണ് തെറ്റ് പറ്റിയിരിക്കുന്നത്. എന്റെ മണ്ഡലത്തിലെ MLA യു പ്രതിഭയുടെ മകൻ ഉൾപ്പെടെ 9 പേരെ തകഴി വെച്ച് എക്സൈസുകാരൻ പിടിച്ചിട്ട് ഇപ്പൊ ഏതാനും മാസങ്ങളെ ഉള്ള അദ്ദേഹത്തിന് റിട്ടയർഡ് ആകാനാ. ഇപ്പൊ അദ്ദേഹം പ്രതിയായിരിക്കുകയാണ്. അത് അദ്ദേഹം പ്രതിയാവണോ അദ്ദേഹം പ്രതിയാവണ്ട എന്നൊക്കെ അതിന്റെ കേസിന്റെ യാഥാർത്ഥ്യം അനുസരിച്ചല്ലേ തീരുമാനിക്കുക. എല്ലാ ഉദ്യോഗസ്ഥരും പിടിക്കുന്നവരെല്ലാവരും അങ്ങ് നല്ല ആളുകളാണെന്നും അല്ലെങ്കിൽ അവർ മോശക്കാരാണെന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതിന്റെ മെറിറ്റിലേക്ക് നമുക്കറിയില്ല. ഇപ്പം 3 മുതൽ 9 വരെയുള്ള പ്രതികളെ വെറുതെ വിട്ട് 2 പേരെയാണ് ഇപ്പം
വളരെ ചെറിയ അളവ്. ഈ ആ സമയത്ത് തന്നെ വിശ്വസനീയമായ ഒരു അളവായിരുന്നില്ല. ഒരു 10 കുട്ടികളെ പിടിക്കുന്നു, 10 കുട്ടികളുടെ കയ്യിൽ നിന്നുണ്ടായ തീരെ ചെറിയ അളവ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതിൽ ഇനി അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. തൽക്കാലം നമുക്ക് ആ ചർച്ചയിലേക്ക് വിടാം. നമുക്ക് എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്നതിനെ കുറിച്ച് പറയാം. ഈ കുറവാ കൂടുതലോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ഇപ്പൊ എന്റെ മുന്നേ വന്ന കോളർ പറഞ്ഞ കാര്യം തന്നെ എടുക്കുക. കിലോ കണക്കിന് സ്വർണ്ണങ്ങൾ മറ്റുള്ളവർക്കും പിടിക്കുന്നത്. ആ സ്വർണം എങ്ങോട്ട് പോകുന്നു? പിന്നീട് ഈ പിടിക്കുന്നതെല്ലാം ഉള്ളു. നമ്മുടെ ഇവിടെ പിടിക്കുന്ന ഈ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ഇത് എവിടെ പോകുന്നു? എന്ത് ചെയ്യുന്നു? തിരിച്ച് അവർക്ക് തന്നെ കൊടുത്ത് വിടുവല്ലയോ എക്സൈസുകാർ ചെയ്യുന്നത്? അങ്ങനെയില്ല, അങ്ങനെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഒരു പോലീസോ എക്സൈസോ പിടിച്ച കാര്യങ്ങളൊന്നും തിരിച്ചു കൊടുക്കാനൊന്നും കഴിയില്ല. അത് കേസിന് ശേഷം ശാസ്ത്രീയമായി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കിൻഡല് കണക്കിന് പിടിക്കുന്നു, കിൻഡല് കണക്കിന് കഞ്ചാവ്, അതുപോലെ മയക്കുമരുന്നും പിടിക്കുന്നു. എന്ത് ചെയ്യുന്നൊക്കെ എന്ത് ചെയ്യുന്നു? ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തത്. ശരി, ജനങ്ങൾക്ക് അത്തരത്തിലുള്ള സംശയങ്ങളുണ്ട് എന്നതുകൂടിയാണ് താങ്കളുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഇതെന്താണ് ഈ സമൂഹത്തിൽ ഇത്തരം രാസലഹരി? പണ്ടൊക്കെ ആളുകൾ താങ്കളുടെ കാലത്തോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് ചെറുപ്പക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന മദ്യമോ സിഗരറ്റോ ഒക്കെ ആയിരുന്നെങ്കിൽ, ഇന്ന് അതിനൊക്കെ അപ്പുറത്തേക്ക് രാസലഹരികളാണ്. ഒരിക്കൽ തന്നെ ഉപയോഗിച്ചാൽ ആജീവനാന്തം അടിമയായി പോകുന്ന ലഹരിയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റുന്നത്? നമസ്കാരം. സാർ, ഇത് രക്ഷിതാക്കളുടെ സങ്കടപ്പാട് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. രക്ഷിതാക്കൾക്ക് ഏതൊക്കെ രൂപത്തിൽ തങ്ങളുടെ മക്കളെ ഏതൊക്കെ രൂപത്തിൽ ശ്വാസിച്ച് വളർത്താം, അതിൽ കൂടി മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. പിന്നെ ഇതിൽ അടിമപ്പെടുന്നവർ തീരെ ബുദ്ധി കുറഞ്ഞവരൊന്നും അല്ലല്ലോ. 10, 18 മുകളിൽ പ്രായമുള്ളവരല്ലേ. ചെറിയ കുഞ്ഞുങ്ങൾ അത്യാവശ്യമല്ലേ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഭാവിയും ജീവിതവും കാര്യങ്ങളെല്ലാം അവർ തന്നെ വിലയിരുത്തി അവര് തന്നെ സ്വമേധയാ ഇത് തിരുത്തുകയല്ലാതെ ഒരു സർക്കാരിനോ ഒരു ഭരണകൂടത്തിനോ തിരുത്താനാവില്ല സാർ. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ കൂട്ടുകെട്ട് അങ്ങനെയാണ്. കാരണം ധാരാളം പണമുള്ള മക്കളുടെ കൂടെയാണ് ഇത് ദരിദ്രരായ കുട്ടികളും ബന്ധപ്പെടുന്നത്. അപ്പോൾ അവർക്കും ഈ ശീലം പകർന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് അവരവരുടെ ഗൃഹത്തിലെ സമ്പർക്കവും കാര്യങ്ങളും അല്ലാതെ യാതൊരു നിർവാഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ഭയാനകമായ സംഭവമായി. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഇപ്പോൾ ലഹരിയുടെ വ്യാപനം അത്രത്തോളം വലുതാണ്, വലിയ കർശനമായ നടപടികളൊക്കെ എടുത്തിട്ടും കഴിയാത്ത തരത്തിലേക്ക്, അതും പ്രത്യേകിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചൊക്കെ കുട്ടികളുടെ ഇടയിലേക്കാണ് ഈ രാസലഹരി ഏറ്റവും കൂടുതൽ വരുന്നത്? നമസ്കാരം. ഇതിന് നടപടി ഉണ്ടാക്കിയത് കേരളം ഉണ്ടായില്ല. ജനസംഖ്യ പെട്ടെന്ന് കുറഞ്ഞു. നമ്മുടെ കുട്ടികൾ എങ്ങനെയാ ഇപ്പൊ നീങ്ങുന്നത്? ഗവൺമെന്റിനെ കുറ്റപ്പെടുന്ന കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതി മത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണോ? പിന്നെ എനിക്ക് മുമ്പ് വിളിച്ച മൊയ്തീൻ കുഞ്ഞിന്റെ നാമ്പിൽ വെറും ഗവൺമെന്റ് വിരുദ്ധത പ്രസംഗിക്കുന്നത്. 2 കിളി കരഞ്ഞാലും കുഞ്ഞും പിണറായിനെ കുറ്റം പറയുന്ന ആളായി മൊയ്തീൻ കുഞ്ഞ്. ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല. അടൂർ പ്രകാശിന്റെ ഇവിടെ ബാറ് കടത്തുന്നത് രാഷ്ട്രീയ കോൺഗ്രസ് നേതാവല്ല അയാളെ ബാറ് കടത്തുന്നത്. ഈ വെള്ളം കുടിച്ച് വൈകുന്നേരം വലിയ ആൾക്കാർ വന്നിട്ട് ഈ കച്ചറ ഉണ്ടാക്കുന്ന കുട്ടികൾ കാണുന്നില്ലേ? ആദ്യം മദ്യം നിർത്തിയതിന് പരിധി കൊണ്ടുവരുന്ന ഗവൺമെന്റ്. വെറും ഗവൺമെന്റ് കുറ്റം പറഞ്ഞ കാര്യമില്ല. എല്ലാവരും ശ്രദ്ധിക്കണോ? കേരളം ഉണ്ടാണെങ്കിൽ നമ്മളെല്ലാം ശ്രദ്ധിക്കണോ? ഇത്രയും നമുക്ക് പറയുള്ളൂ. ശരി, ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എവിടെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്? ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. ഇത് എല്ലാ സ്കൂളിലും കോളേജിലും ഒക്കെ ബോധവൽക്കരണം നടത്തണം, കൗൺസിലിംഗ് നടത്തണം, ക്ലാസ് നടത്തി. നമ്മൾ ഈ പഠിപ്പിക്കുന്ന സമയത്തിന് ഒരു അരമണിക്കൂർ അസംബ്ലി കൂട്ടുമ്പം ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം നടത്തുന്നത് നല്ലതായിരിക്കും. ബോധവൽക്കരണമൊക്കെ കുറെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബോധവൽക്കരണം പലപ്പോഴും ഫലപ്രദമാകുന്നില്ല എന്നിടത്താണ് ഈ പ്രശ്നം. അത് ശരിയാ പറഞ്ഞത്. എനിക്കറിയാവുന്ന ഒരു സംഭവം ഞാൻ പറയാം. ജയിലിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി വന്നപ്പോൾ അവന് കഞ്ചാവും കൊണ്ട് അവൻ ജയിലിൽ പോയിരിക്കുന്നത്. അവന് ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ പിന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇത്ര രൂപയുടെ സാധനം വേണമെന്ന്. അവനെ പോലീസ് പിടിച്ചില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവര് ബാത്റൂമിൽ കയറിയിട്ട് ഇവന് മലതാരത്തിനകത്ത് വെച്ചിട്ട് ജയിലിൽ പോയി. പ്രതിയാണ്. എന്നിട്ട് അവിടെ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റത്തില്ല. നിക്കറ് വരെ ഊരും, എല്ലാം നോക്കും, പക്ഷെ കണ്ടില്ല. ബാത്റൂമിനകത്ത് ഇവർ കിടക്കുന്ന ബാത്റൂമിനകത്ത് 11 മണിയാകുമ്പം പിന്നെങ്കിൽ വിസർജനം ചെയ്യുന്ന സമയത്ത് ഇവന് അത് എടുത്ത് കഴുകിയിട്ട് വീടിക്കകത്ത്, ഇവർക്ക് വീടിയൊക്കെ കിട്ടുമല്ലോ, ആ വീടിക്കകത്ത് മറ്റേ ഇത് കളഞ്ഞിട്ട് അതിനകത്ത് വെച്ചിട്ട് വലിക്കുകയാണ്. ശരി, ശ്രീ ഷാജിയാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറയാം. ഇത് പിന്നെ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ ബോധവൽക്കരണം, അതായത് ബേസിൽ അടക്കിയായാലും അടിയിൽ വെക്കാതെ വളർന്നു കഴിഞ്ഞാൽ കഴുങ്ങായാൽ
ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബേസിൽ ഒന്ന് രക്ഷിതാക്കന്മാർ പറഞ്ഞു, രണ്ടാമത് പിന്നെ സ്കൂളിൽ നിന്ന്, പിന്നെ അതുകൂടാണ്ട് സാറേ പിന്നെ അതായത് സിനിമ പോലെ, അതായത് പൊതുയിടത്ത് ഈ ലഹരി ഉപയോഗിക്കുന്ന ഈറ്റകൾ ദൃശ്യമാധ്യമങ്ങളും ശ്രവ്യ മാധ്യമങ്ങളും ഒന്നും കാണുന്നില്ല. അതാണ് പിന്നെ ഒന്നും കാണാതെ കൂട്ടായിട്ട് ഈറ്റക്ക് പിന്നെ ആകാശത്തിലും ഭൂമിയിലും നടക്കുന്ന ഒന്നും അറിയില്ല. ഈ ക്രിമിനൽ കുറ്റവാളികളായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. അതായത് പിന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലം വരും, മെന്റൽ ഡിസീസ്, ഓർ ചെയ്യുന്നത് എന്തെന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പവിത്രനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ പവിത്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ആരുടെ ഭാഗത്താണ് തിരുത്തൽ വേണ്ടത്? എനിക്ക് പറയാനുള്ളത്, ഇത് കുട്ടികളും ഈ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആൾക്കാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. രക്ഷിതാക്കളും കുട്ടികളും അതുപോലെ തന്നെ ഈ പൊതുപ്രവർത്തകരും എല്ലാം കൂടി യോജിച്ചതിന് ശേഷം മാത്രമേ ഈ ലഹരി വ്യാപനം തടയാൻ കഴിയൂ. ഉദ്യോഗസ്ഥന്മാർ ഒരു ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ, ഒരു അധ്യാപകനാണെങ്കിലും അവർക്ക് അവരുടെ തൊഴിൽ എന്നുള്ളതിലും ശമ്പളം എന്നുള്ളതിലും ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. അത് കൃത്യമായി, അത് ഞങ്ങൾ ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നിൽക്കും. ശരി. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ ഇത്തരത്തിലേക്കുള്ള ലഹരിയുടെ ഉപയോഗം, പ്രത്യേകിച്ച് രാസലഹരിയുടെ ഒക്കെ ഉപയോഗം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കുട്ടികൾക്കിടയിലേക്കാണ് ഇത് കൂടുതൽ വ്യാപിക്കുന്നത്. നമസ്കാരം കിരൺ. നമസ്കാരം. കിരൺ ഇന്നലെ എന്നോടൊന്ന് ചോദിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചിരുന്നു. അതായത് അമേരിക്കയിൽ ഈ കുട്ടികൾ ആരെങ്കിലൊക്കെ കൊന്നു കഴിഞ്ഞാൽ, അതായത് 14 വയസ്സുള്ള കാലിഫോർണിയയിൽ, ആക്ച്വലി 14 ആയില്ല, 13 വയസ്സ് കഴിഞ്ഞ പറഞ്ഞ പയ്യനാണ്, എന്റെ സർനെയിം അറിയില്ല. അദ്ദേഹം, ആ പയ്യൻ സ്കൂളിൽ പോയി 16 പേരെ വെടിവെച്ച് കൊന്നതിന് ആ പയ്യൻ 3 വർഷം കഴിഞ്ഞിട്ടാണ് എക്സാം എന്ന് പറഞ്ഞാൽ ഫയർ. ശ്രീ പ്രദീപ്, എന്റെ ചോദ്യം അങ്ങനെ ആയിരുന്നില്ല. താങ്കൾ ഈ പലപ്പോഴും ചോദിക്കുന്നത്, എന്റെ ചോദ്യം, അവിടുത്തെ ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടി ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ അയാൾ കോടതി ശിക്ഷിക്കുന്നവരെയുള്ള കാലയളവിൽ അയാൾക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ അയാൾക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലേ അമേരിക്കൻ നിയമം എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അതിന് അതെ എന്നതാണ് ഉത്തരം. അതാണ് ശരിയായ ഉത്തരം. അതെ, അതാണ് എടുത്ത് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞത്. 7 മാസമാണ് അതിന്റെ കോർട്ട് ഇതെല്ലാം നടന്നത്. 7 മാസം കഴിഞ്ഞ് വിധി പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാണ് ഹയർ എഡ്യൂക്കേഷൻ. ശ്രീ പ്രദീപ്, ഞാൻ ഒരു പർട്ടിക്കുലർ കേസിനകത്ത് ഏതെങ്കിലും ഒരു വിഷയമല്ല ഞാൻ ചോദിച്ചത്, ആ നിയമം എങ്ങനെയാണ് എന്നുള്ളതാണ്. അത് താങ്കൾ ഇപ്പോഴും നോക്കൂ. അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയാനുള്ളത് താങ്കളോട്. അതാണ് അവിടെ നടപടി. പിന്നെ ആ പർട്ടിക്കുലർ ഇൻസിഡന്റ് അല്ല, എല്ലാവർക്കും ഒരേപോലത്തെ നിയമം തന്നെയാണ് ഇവിടെ ഉള്ളത്. താങ്കൾ ആ നിയമം, താങ്കൾ ഈ പറയുന്ന നിയമമൊക്കെ നമ്മുടെ ഇന്റർനെറ്റിൽ ഇവിടെ ലഭ്യമാണ്. അത് അമേരിക്കയിൽ നിന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതന്നെ, പിന്നെ നോക്കിയിട്ട് താങ്കൾ നോക്കിക്കോളൂ. അവിടുത്തെ നിയമം അങ്ങനെ തന്നെയാണ്. അവിടുത്തെ നിയമത്തിൽ ഏതെങ്കിലും പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ഏതെങ്കിലും കേസിന്റെ പേരിൽ പ്രതി ചേർക്കപ്പെട്ടാൽ ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരിക്കില്ല. നിയമം അങ്ങനെ അമേരിക്കൻ നിയമം അനുവദിക്കുന്നുണ്ട്. അതാണ് അനുവദിച്ചിട്ടില്ല. 3 വർഷത്തേക്ക് ഒരു പഠനം. അതാ ഞാൻ പറഞ്ഞത്. താങ്കൾ ആവർത്തി അവിടെ താങ്കൾക്ക് അഭിഭാഷകരൊക്കെ പരിചയം കാണുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അങ്ങനെ ചോദിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ അവിടുത്തെ നിയമ സംഹിതകളൊക്കെ ലഭ്യമാണ്, അതെടുത്ത് പരിശോധിക്കാം. താങ്കൾ എന്തോ തർക്കിക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുന്നല്ല പ്രദീപ്. എനിക്ക് ആ കാര്യത്തെ കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ട് പറയുന്നു. താങ്കൾ അമേരിക്കയിലായിരുന്നിട്ട് താങ്കൾ ഇപ്പോഴും പറയുന്നത് ഒരു കുട്ടിയുടെ ഉദാഹരണം പറയുന്നത്, അല്ലാതെ അവിടുത്തെ നിയമം എന്താണെന്ന് പറയുന്നില്ല. ശരി കിരണേ, ഞാൻ അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കണം. താങ്കൾ നേരത്തെ യു പ്രതിഭയുടെ കാര്യം പറഞ്ഞ അതല്ലല്ലോ താങ്കളോട് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ല. അപ്പോൾ യു പ്രതിഭയുടെ വിഷയമല്ല പറയേണ്ടത്. അല്ല, ചെറുതാണെങ്കിലും ഈ കഞ്ചാവോ താങ്കൾ ഈ വിഷയം മാറ്റാതെ എന്തിനാണ് ശ്രീ പ്രദീപ് ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നാൽ ആ വിഷയം ഉറച്ചു നിന്നിട്ട് ആ കാര്യം പറയുക? ഞാൻ ഇന്നലെ ചോദിച്ചു, ഇന്നുവരെ സമയം ഉണ്ടായിരുന്നു താങ്കൾക്ക്, അതെടുത്ത് നോക്കാൻ താങ്കൾക്ക് അവസരം ഉണ്ടായിരുന്നു. അതൊന്നും നോക്കാതെ ഇന്ന് വന്നിട്ട് മറ്റൊരു ഉദാഹരണം പറയുന്നതാണ് ശരി. ഞാനത് നോക്കിയിട്ടാണ് താങ്കളോട് പറഞ്ഞത്. അതാ ചോദിച്ചത്, അത് ഏത് ക്ലോസ് ആണ് എന്താന്ന് നോക്കി കൃത്യമായി പറയാൻ താങ്കൾ കഴിയുമല്ലോ. താങ്കൾ അങ്ങനെ നോക്കിയില്ലല്ലോ. നോക്കൂ, ശരി, ഓക്കെ. എന്തായാലും ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ ലഹരിയുടെ ഉപയോഗം പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിലേക്ക് മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ രീതിയിൽ, അതിനേക്കാൾ മാരകമായ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതിനെ നമുക്ക് തടഞ്ഞേ പറ്റൂ. സാർ നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ. തടയാനുള്ളതെന്ന് പറഞ്ഞാല് ഇപ്പം സാധനങ്ങൾ ഇഷ്ടം പോലെ വിപുലമായി കിട്ടുന്നുണ്ട്. ഇത് എവിടെ നിന്ന് അവരെ പിടിക്കുന്നു, അവരെ ജയിലിടുന്നു, പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്ന് ആരും കാണുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം പറഞ്ഞാല് നമ്മളെ കേരളത്തെ വനങ്ങളിൽ മൊത്തവും കഞ്ചാവ് കൃഷിയാണ്. അത് എല്ലാ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും സപ്പോർട്ടാണ്. വ്യക്തപരമായി നമുക്ക് അവർ ഉദ്യോഗസ്ഥന്മാരെ സാമ്പത്തികം എടുത്ത് നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. അത് പോയിട്ട് ലഹരി വസ്തുക്കൾ കൈകൾ പിള്ളേർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഇടയ്ക്ക് നെയ്യാറ്റിൻകര പാസ്പോർട്ട് ഓഫീസിൽ പോയപ്പോൾ 14 പിള്ളേർ, 13 ഒരു ലേഡി. സാറ് ഒരു വെയിലത്ത് സ്റ്റെപ്പിൽ ഒരു ബോധമില്ലായിരിക്കുന്നു. ഞാൻ തൊട്ടത്തിക്കുന്ന സെക്യൂരിറ്റി പോലീസ് സാർ ഇത് കണ്ട എന്റെ പൊന്നനി അത് പറഞ്ഞ അമ്മ എന്നെ അടിക്കും. നമുക്ക് പറയാൻ പറ്റൂല.
നമുക്ക് പേടിയാണ്. അത് പോയിട്ട് വീട്ടിലുള്ള അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലഹരി വാങ്ങിക്കാൻ മരുന്നിന് ഇത്രയും രൂപ എവിടെ നിന്ന് കിട്ടുന്നു? അപ്പൊ അവർക്കറിയില്ല, പാവപ്പെട്ടതായിരിക്കാം. ഈ പാവപ്പെട്ടവർ വെളിയിൽ പോയിട്ട് ഇതിന് 10 പൊതി 15 പൊതി കൊടുത്ത് ബിസിനസ് ചെയ്തിട്ട് അവർക്ക് ഭരിക്കേണ്ടത് ലഹരി അവിടെ നിന്ന് കിട്ടും. അങ്ങനെ വ്യാപിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ ഞാൻ വേറെ വിചാരിക്കരുത്, ക്ഷമിക്കണം. കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നമ്മളെ കേരള ഗവൺമെന്റ് ഈ 14, 13, 15 ദിവസം ലഹരി ഉപയോഗിക്കുമ്പോൾ അവരെ പിണക്കുകയും അവരെ അടിക്കുകയും കേസെടുക്കുമ്പോൾ വെറുതെ വിടുന്നത് അവർക്ക് വോട്ട് ബാങ്കാണ് ആവശ്യം. ഇപ്പം തന്നെ നമ്മളെ പൂവാർ സ്റ്റേഷനിൽ ഏറ്റവും മാരകമായ വിഷം വെച്ച് പിടിച്ചു. ആദ്യം അവരെ ഇറക്കി വിട്ടു. ഞാൻ പേര് വരുത്ത് പറയുന്നില്ല, ഇറക്കി വിട്ടു. പ്രശ്നം ഉണ്ടായപ്പോ വീണ്ടും അവരെ പിടിച്ചു. അവരവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയ സ്വാധീനം ഉള്ളവർ വിടുകയും സാധാരണക്കാരൻ വെളിയിൽ കിടന്ന് സിവിലിൽ നിന്ന് ഒരു ക്വാർട്ടർ മാച്ചുകൊണ്ട് ഇറങ്ങിയാൽ അതിനെ പിടിച്ചിട്ട് അതിനും പെറ്റിയടിച്ച് അവനെ വണ്ടിയും പെറ്റിയടിച്ച് കൊണ്ടിരുന്ന പോലീസുകാരാണ്. ഈ പോലീസുകാർ എന്തുകൊണ്ട് ബസ് ടൂറിസ്റ്റ് ബസ് പോകുന്നുണ്ട്, പല ടൂറിസ്റ്റ് ബസ് പോകുന്നുണ്ട്, ബാംഗ്ലൂർ ട്രിവാൻഡ്രം ചെന്ന് പോകുന്നുണ്ട്. ഈ ബസ്സിൽ ഇഷ്ടംപോലെ ലഹരിയുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ഒരു നിമിഷം കൊണ്ട് കള്ളന്മാരെ പിടിക്കുന്ന ഈ രാജ്യത്ത്, നമ്മുടെ കേരളത്തില് വിദഗ്ധരായ പോലീസുള്ള കേരളത്തില് എന്തുകൊണ്ട് ഇങ്ങനെ പരിശ്രമം നടത്തിക്കൂടെ സാറേ? അത് മാത്രം ഗവൺമെന്റ് ചെയ്താൽ മതി, അനാവശ്യമായി ഒന്നും പറയണ്ട. പിന്നെ ഗവൺമെന്റിനെ പഠിപ്പിച്ച കാര്യമില്ല, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് മാറി വരും. പക്ഷെ ജനങ്ങളെ കൊച്ചു തലമുറ മനസ്സിൽ മൊത്തം ലഹരി കയറി കഴിഞ്ഞാൽ അവർക്ക് വേറെ നിവൃത്തിയില്ല. അവർ നമ്മൾ അടിക്കാൻ പാടില്ല, സ്കൂളും ചെയ്യാൻ പാടില്ല, മക്കളുമാരെ ചെയ്യാൻ പാടില്ല. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നും. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ വിക്രമൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ വിക്രമൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? സാറേ, ഇത് ഒതുക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ നാട്ടുകാരും ചാനലുകാരും പത്രക്കാരും അതുപോലെ ഈ ആട്ടോ ചേട്ടന്മാരും മറ്റുള്ള പൊതുസമൂഹത്തിലുള്ള എല്ലാവരും ഗവൺമെന്റും കൂടെ ചേർന്ന് ഇവിടെ കൊറോണ നമ്മൾ ഒതുക്കിയില്ലേ, അതുപോലെ ഒതുക്കാം. വീട്ടുകാരും കുട്ടികളെ നിയന്ത്രിക്കാനും ശാസിക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനും എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കാമെങ്കിൽ ഒരു 24 മണിക്കൂർ കൊണ്ട് സിറ്റിയൊക്കെ ക്ലിയർ ആവും. ജനങ്ങളെ പറഞ്ഞ് ബോധവൽക്കരണം ഒരു ഭാഗത്ത്, അല്ലാതെ മറ്റുള്ള ജനങ്ങളും രാഷ്ട്രീയക്കാരും പോലീസും. ശരി, ശ്രീ ബിജു ആണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ ബിജു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എവിടെയെങ്കിലും നമുക്ക് വീഴ്ച ഉണ്ടാവുന്നത് കൊണ്ടാണോ ഈ സമൂഹം ഇങ്ങനെ, അല്ലെങ്കിൽ ഈ പുതിയ തലമുറ ലഹരിയുടെ പിടിയിലേക്ക് വീണു പോകുന്നത്? എവിടെയാണ് ആ വീഴ്ച? സാറേ നമസ്കാരം. സാർ നമസ്കാരം. സാറേ, ഈ പുതിയ തലമുറയുടെ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് സാർ, കുടുംബത്തിൽ നിന്നാണ്. ഒരച്ഛൻ പണിതുണ്ടാക്കുന്ന കാശിന്റെ മഹനീയത അമ്മ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരമ്മയുടെ കഷ്ടപ്പാട് എന്താണെന്ന് അച്ഛൻ പറഞ്ഞ് മക്കളെ മനസ്സിലാക്കണം. 18 വയസ്സ് കഴിഞ്ഞാൽ സ്വന്തമായി അധ്വാനിച്ച് പാർട്ട് ടൈം എന്തെങ്കിലും അധ്വാനിച്ച് ജോലി എടുത്ത് വിദ്യാഭ്യാസവും വസ്ത്രവും എടുക്കുന്ന ഒരു തലത്തിലേക്ക് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. മക്കൾ ചോദിക്കുന്ന കാശ് കൊടുക്കുന്നില്ലേ, വസ്ത്രം കൊടുക്കുന്നില്ലേ, ഭക്ഷണം കൊടുക്കുന്നില്ലേ? ഇവർ എവിടെ പോകുന്നു? മാസത്തിൽ ഒരിക്കലെങ്കിലും 2 മാസം കൂടുമ്പോഴെങ്കിലും സാർ PTA കമ്മിറ്റി ഇല്ലേ സാർ സ്കൂളിലും കോളേജിലും? രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തണം. മക്കൾ ചോദിക്കുമ്പോൾ അക്കൗണ്ടിലേക്ക് കാശിട്ട് കൊടുക്കുന്നു, അവർ ചോദിക്കുന്ന കാശ് കൊടുക്കുന്നു. എന്തിന് ഏതിന് എന്ന് ഒരാളും ചിന്തിക്കാറില്ല. താങ്കളുടെ അഭിപ്രായം വളരെ വാലിഡായ പോയിന്റുകളാണ് താങ്കൾ പറയുന്നത്. അത്തരത്തിലേക്കുള്ള ഒരു ജാഗ്രത സമൂഹത്തിനാകും വേണം. നമ്മുടെ യൂട്യൂബിലെ ഒരു കമന്റ് കൃഷ്ണദാസ് ആണ്, കൂടുതൽ മദ്യശാലകൾ തുടങ്ങി ലഭ്യത വരുത്തി മദ്യവർജനം നടത്തുന്ന പോലെ ലഹരി വസ്തുക്കൾ വ്യാപകമാക്കിയാൽ മതി. ശ്രീ കൃഷ്ണദാസ്, സമൂഹമൊക്കെ ഇത്തരം ഗൗരവത്തോടു കൂടി ചില വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇത്തരത്തിലല്ല പ്രതികരിക്കേണ്ടത്. ഇത് സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലുമുള്ള താങ്കളുടെ കലിപ്പോ അല്ലെങ്കിൽ വിഷമോ ഒന്നും തീർക്കേണ്ട സമയമല്ല ഇത്. ഒരുമിച്ച് നിന്ന് ഈ സമൂഹത്തിലെ വലിയ വെല്ലുവിളിയെ നേരിടേണ്ട സമയമാണ്. എന്റെയും ഞങ്ങളുടെയും എല്ലാം പുതിയ തലമുറയുടെ ജീവിതത്തിന്റെ കൂടി വിഷയമാണ്. ശ്രീമതി ജയാണ് കൊല്ലത്തു നിന്നും. ശ്രീമതി ജയ, ഈ സമൂഹത്തിൽ ഇപ്പോൾ ഈ രാസലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കുട്ടികൾ, അതും 18 വയസ്സ് പോലും തികയാത്ത കുട്ടികളൊക്കെ ചെയ്യുന്ന ക്രൂരത കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് കണ്ടു നിൽക്കാനോ ഒന്നും കഴിയില്ല, കേട്ടു നിൽക്കാൻ പോലും കഴിയില്ല. അത്ര കൊടും ക്രൂരതയിലൊക്കെയാണ് പോകുന്നത്. എങ്ങനെയാണ് ഈ കുട്ടികൾ ഈ രാസലഹരിയിലേക്കൊക്കെ വന്ന് വീഴുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. കിരൺ, ഇപ്പോഴത്തെ എന്തോ ഈ ഫുഡിന്റെയോ മറ്റോ ഉത്തരവാദിത്വം ഇല്ലാതെ ഉള്ളൊരു ജീവിതമോ എന്തൊക്കെയോ കൊണ്ട് കുഞ്ഞുങ്ങളിങ്ങനെ വഷളായിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളും ഒക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചില്ലേ? നമ്മളെ വീട്ടിൽ വൈകിട്ട് വരുമ്പോ എന്താ ഏതാ എന്നൊക്കെ അന്വേഷിക്കും. ഇപ്പം പേരൻസിന് അതിന് സമയമില്ലയോ, അതെ കുട്ടികൾ അത് അനുസരിക്കുന്നില്ലയോ എന്തുവാന്നറിയത്തില്ല. എനിക്ക് എന്റെ മോൻ വലുതായതുകൊണ്ട് ഞാൻ അതിലൊരു വറി ചെയ്യുന്നില്ല. എനിക്ക് അവനെ കുറിച്ചൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ഈ TV കാണുന്നു എത്രയോ കിലോ MDMA പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്ത്
ആർക്ക് കൊടുത്തു, എവിടെ കൊടുത്തു, എന്ത് ശിക്ഷ കൊടുത്തു, ഇതൊക്കെ അറിയാൻ നമ്മൾ TV-യിൽ വെക്കുമ്പോ അതിനെക്കുറിച്ച് ഇന്ന് പിടിച്ചാൽ നാളെ പിന്നെ അതിന്റെ വിവരമില്ല. അപ്പൊ ആ പിടിക്കപ്പെട്ട ആൾക്കാർക്ക് നല്ല ശിക്ഷ കൊടുക്കണം. കുട്ടികൾക്ക് അന്നേരം അതൊരു പാഠമാവട്ടെ. ഇത് ഇങ്ങനെ ശിക്ഷയൊക്കെ നമ്മുടെ നാട്ടിലെ ഇതിന്റെ ഒരു കൺവിക്ഷൻ റേറ്റ് തന്നെ 98.5 ഒക്കെ ഉണ്ട്. നമുക്ക് പിടിക്കപ്പെടുന്നതിൽ നല്ലൊരു ശതമാനം പേര്, മഹാഭൂരിപക്ഷം പേര് ശിക്ഷിക്കപ്പെടുന്നൊക്കെ ഉണ്ട്. കാലതാമസം ഉണ്ടായാലും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മാത്രം അല്ല എന്നുള്ളത് വ്യക്തമാണ്. അതുപോരാ നല്ല പണിഷ്മെന്റ് കൊടുക്കണം. ഈ കുട്ടികളെ നമ്മൾ രക്ഷപ്പെടുത്തി എടുക്കണം. നമ്മുടെ കേരളത്തിന്റെ ഭാവിയാണ് അവര്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് പറയാം. അല്ല, ഇതിപ്പോ സാറ് പറഞ്ഞത് ശിക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? ശിക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ശിക്ഷ എവിടെയാ ശിക്ഷിക്കുന്നത്? ഇപ്പം ഒരു വർഷം പഴയ പാർട്ടി സെക്രട്ടറിയുടെ മകൻ അവിടെ അഗ്രഹാരത്തിൽ പോയി കിടന്നിട്ട് വന്നു. ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പൊ ഈ ശ്രീ ഉണ്ണികൃഷ്ണൻ, ആ കേസിന്റെ കാര്യങ്ങളെ കുറിച്ച് താങ്കൾക്ക് അറിയാമല്ലോ. എല്ലാ കേസുകളും, സമൂഹത്തിലെടുക്കുന്ന മുഴുവൻ കേസുകളും എല്ലാം അത് യാഥാർത്ഥ്യത്തോടു കൂടി എടുക്കുന്നതാണ്, അല്ലെങ്കിൽ ശരിയായ കേസുകളാണെന്ന് നമുക്ക് എല്ലാ കേസുകളെയും കുറിച്ച് കരുതാനും ആവില്ല. ആ കേസ് നടക്കുകയാണ്. അപ്പോൾ ആ കേസിന്റെ പുരോഗതി അനുസരിച്ചാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അല്ലാതെ നമുക്ക് അതുകൊണ്ട് ആ കേസ് കള്ളക്കേസാണെന്നോ അല്ലെങ്കിൽ ആ കേസ് ശരിയായ കേസാണെന്നോ എന്തായാലും ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പോയി ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇതിപ്പോ ഹണ്ടിങ് നടത്തി ഈ ലഹരിയുടെ ഉറവിടം കണ്ടുപിടിച്ച് വരിക എന്നുള്ളത് പ്രായോഗികമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ തകഴി സ്വദേശികൾ അവർ രണ്ടുപേരും മൊഴി മാറിയപ്പോ MLA മകനെ രക്ഷപ്പെടുത്തിക്കൊണ്ടങ്ങ് പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ വന്ദൻ എന്ന ഡോക്ടർ പെണ്ണിനെ കൊന്നിട്ട് ആ ചെറുക്കൻ അവന് ലഹരിയുടെ അടിമപ്പെട്ട പയ്യനായി കാണിച്ചു കൂട്ടിയെന്ന് പറയുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഈ നമ്മളെ വീട്ടിൽ തന്നെ അച്ഛനമ്മമാര് ദിവസവും ഇവരെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പോയിട്ട് വരും, പഠിക്കാൻ പോയിട്ട് വരും, എവിടെയും പോയിട്ട് വന്നു ജോലി ആവുന്നതിന് മുമ്പുള്ള എല്ലാ പിള്ളേരെ എന്തൊക്കെ ചെയ്യാം, എന്ത് വരുന്നത് എന്തൊക്കെ ചോദിച്ച് ആ രാത്രിയോട് വരെ നമ്മൾ രാത്രിയാണ് വരുന്നത്. ചിലപ്പോൾ നമ്മൾ 10 മണിക്ക് 9 മണിക്കാണ് വരുന്നെങ്കിൽ 9 മണിക്ക് ഒരു ഉറങ്ങത്തൊന്നുമില്ലായിരിക്കും. ഉറങ്ങിയാൽ പോട്ട് രാവിലെ എണീച്ചിട്ട് വരെ എന്തൊക്കെ ഉണ്ടായിരുന്നില്ല ഇന്ന് ചോദിച്ച് അതിനൊരു സമയം കണ്ടെത്തിയ അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. വീടുകളിൽ കുട്ടികളുമായി സംസാരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുകയും അവരുമായി പ്രശ്നങ്ങൾ കേൾക്കാനും ഒക്കെ തയ്യാറാവേണ്ട ഒരു കാലം കൂടിയാണിത്. ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്ക് തോന്നുന്നത് ഈ പോലീസ് മെക്കാനിസത്തിന്റെ ഇൻഎഫിഷ്യൻസി ഒരു പരിധി വരെ ഇതൊരു കാരണം ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇന്റർനാഷണൽ ക്രിമിനൽസ് ഒന്നും അല്ല ഇത് കൈകാര്യം ചെയ്യുകയും ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇത് സ്കൂൾ കുട്ടികളും ഉള്ള ആൾക്കാരാണ്. അവരെ മറ്റേ അങ്ങേയറ്റത്തെ കണ്ണി ഇന്റർനാഷണൽ ക്രിമിനൽസിലൊക്കെ ചെന്ന് എത്തുന്നതാണ്. അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പിടിക്കുക എന്നുള്ളത് സ്കൂളിന്റെയും കോളേജിന്റെയും പരിസരത്ത് നമ്മുടെ വിജിലൻസ് സംവിധാനം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യാൻ ഒരു ഗ്രേറ്റ് റെസ്റ്റ് ഉണ്ട്. ഇനിയും എനിക്ക് പറയാനുള്ളത് ഈ ഇന്റർനാഷണൽ കണ്ണിയെ പറ്റിയാണ്. ഇപ്പൊ നമ്മൾ സ്പിരിറ്റ് പിടിക്കും. ഞാൻ കുറെ വർഷങ്ങളായിട്ട് വാച്ച് ചെയ്തതാണ്. ലോറി ചേസ് ചെയ്യുന്നു, സ്പിരിറ്റ് പിടിക്കുന്നു. എന്തിനാ ഇവർ ചേസ് ചെയ്യുന്ന ലോറിയെ? ഈ പോകുന്ന ലോറിക്ക് അത് സ്പിരിറ്റ് ആണ് അല്ലെങ്കിൽ സ്പിരിറ്റ് അല്ലെന്നിരിക്കട്ടെ, ഇതിന്റെ എവിടെ പോയി അവസാനിക്കുന്നു അവിടെ വെച്ചാണ് ഇവർ പിടിക്കേണ്ടത്. ഇപ്പം എല്ലാ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഈ പോലീസ് വിജിലൻസ് സംവിധാനങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം ഇന്ന ഒരു വണ്ടി പോകുന്നു, ഇത് എവിടേക്കാണ് പോകുന്നത് ഫോളോ ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഓരോ സ്ഥലത്തും ഗോഡൌണിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ. പക്ഷെ ഇന്ന് വരെ ഒരു ഗോഡൌണിൽ പോയി സ്പിരിറ്റ് വണ്ടി പിടിച്ചായിട്ട് നമ്മൾ ആരും വായിച്ചിട്ടില്ല. നെറ്റ്വർക്ക് രാഷ്ട്രീയക്കാർക്ക് ഇതിന്റെ പുറകിലുണ്ട്. ഈ മാഫിയാണ്. അതിലേക്ക് പിടിക്കാനായിട്ട് രാഷ്ട്രീയക്കാർക്ക് പേടിയാ, അല്ലെങ്കിൽ അവർക്ക് പണം കിട്ടുന്നുണ്ട്. എല്ലാം ഉറവിടത്തിൽ തന്നെ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തണം. അതിന്റെ യഥാർത്ഥ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആരാണ് എന്നുള്ളത് കണ്ടെത്തേണ്ട പ്രധാനമാണ്. ശ്രീ സനിലാണ് മലപ്പുറത്ത്. ശ്രീ സനിൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയത്? നമ്മള് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് വീടുകളിൽ തന്നെ ഇതിനൊരു നന്നായിട്ട് ശിക്ഷ കൊടുക്കണം. കാരണം നമ്മളെ കുട്ടികള് നേരം വഴുകി വന്നാൽ തന്നെ രക്ഷിതാക്കൾ ഒരിക്കലും ചോദിക്കുന്നില്ല, രക്ഷിതാക്കൾ അറിയുന്നില്ല. ഇപ്പോൾ ഇതിന് ലഹരിയാണ്, കുട്ടികൾക്ക് എപ്പോഴാ വരുന്നത്, അവർക്ക് എവിടുന്ന പൈസ കിട്ടുന്നത്, എങ്ങനെയാണ്, അതിന്റെ ഒരു തരത്തിലുള്ള ഒരു അന്വേഷണം ഇപ്പോഴത്തെ രക്ഷിതാക്കളിൽ നിന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാല് കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത്ര തന്നെ ശിക്ഷ കൊടുക്കുന്നില്ല. പല കുട്ടികളും ഈ ലഹരി കേസുകളിലൊക്കെ അഡിക്റ്റായി പിടിക്കപ്പെട്ട് കഴിഞ്ഞാല് ഒരു തരത്തിലുള്ള ശിക്ഷ കിട്ടാതെ കുട്ടികളൊക്കെ ഒഴിഞ്ഞു പോവാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ കാരിയറായിട്ട് പ്രവർത്തിക്കുന്നത്.
അതേപോലെ തന്നെ ഇപ്പോഴത്തെ തലമുറ തന്നെ മൊത്തത്തില് ഈ ഒരു രീതിയിൽ മാറിയിട്ടുണ്ട്, ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ സിസ്റ്റം തന്നെ നന്നായിട്ട് മാറ്റണം. ശിക്ഷന്റെ രീതി, ശിക്ഷ പിടിക്കപ്പെട്ടാല് നല്ല മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താവും ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇത്രത്തോളം അളവിൽ ഈ രാസലഹരിയൊക്കെ ലഭ്യമാകുന്ന ഒരു അവസ്ഥ, അവരതിലേക്ക് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ എന്താവും കാരണം? നമസ്തേ. നമസ്കാരം. സാർ, ലഹരിയുടെ വ്യാപനം എന്താണ് യുവജനങ്ങൾക്കിടയിലും കുട്ടികൾക്കിടയിലും എന്ന് വെച്ചാൽ നന്നായി വ്യാപിച്ചു കഴിഞ്ഞു. നമ്മൾ അല്പം വൈകിപ്പോയി എങ്കിൽ തന്നെയും ഇനി ഒരിക്കലും അല്പം പോലും സമയം കളയാതെ സർക്കാരും സംഘടനകളും സ്കൂൾ അധികാരികളും രക്ഷകർത്താക്കളും സമൂഹവും എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് നിയന്ത്രിക്കാനാവും സാർ. അതുവഴി എന്ന് വെച്ചാൽ കൊലപാതകങ്ങളുടെ എണ്ണം കുറയ്ക്കാനും കഴിയും. ഏതായാലും എന്ന് വെച്ചാൽ അല്പം വൈകിപ്പോയി. ഇന്നലെ തന്നെ ഈ ഒരു ഉത്സവ സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങളൊരു കുട്ടിയെ പിടിച്ചിട്ടെന്ന് വെച്ചാൽ അയാളുടെ നോക്കിയപ്പോൾ അയാൾ വേറൊരാളിന് കൈമാറി, അതുകൊണ്ട് സ്കൂട്ടറിൽ. അപ്പൊ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് നമുക്ക് യാതൊരു ഒരു രേഖയും പിടിക്കാൻ പറ്റില്ല. ഇയാൾ കൊടുത്തു, അത് കൊണ്ടുപോയി. അപ്പോൾ അതിന് നമ്മളിപ്പോൾ റെസിഡൻസ് അസോസിയേഷന്റെ കീഴിൽ അത് നിരീക്ഷിച്ചു വരികയാണ്, ആ കുട്ടിയുടെ തുടർന്നുള്ള പ്രവർത്തനം. ഇതാണ് സാർ അവസ്ഥ. അതായത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റും. ശരി. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത്, ഇത് നിർത്തണമെങ്കിൽ പൊതുസമൂഹം ഇതിനെതിരെ യുദ്ധം ചെയ്യണം. യുദ്ധം എന്നുള്ള വാക്കാണ് അതിന് നടക്കുള്ളൂ, അല്ലാണ്ട് അത്രയ്ക്കും വ്യാപനം നടന്നു. നേരത്തെ ഒരു പ്രതികരണം കേട്ടു പോലീസിന്റെ ഇൻഎഫിഷ്യൻസി ആണെന്ന്. അദ്ദേഹമൊക്കെ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതായത് ഇപ്പൊ സ്പിരിറ്റിന്റെ കേസ് പറഞ്ഞു, സ്പിരിറ്റ് എങ്ങനെ കൈമാറണമെന്നൊന്നും അറിയാത്ത ആൾക്കാരാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. സ്പിരിറ്റ് പിടിച്ച ആൾക്കാർക്കും സ്പിരിറ്റ് എങ്ങനെ കൊണ്ടുപോകണമെന്ന ആൾക്കാർക്കും കറക്റ്റ് ആയിട്ട് അറിയാം എങ്ങനെയാണെന്ന്. ഗോഡൌണിൽ പോയി പിടിച്ച കേസുകളുണ്ട്, വഴിക്ക് വെച്ച് പിടിച്ച കേസുകളുണ്ട്, ചേസ് ചെയ്ത് പിടിച്ച കേസുകളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. പോലീസിനും എക്സൈസിനും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വ്യാപിക്കേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിന്റെ ഉറവിടം എന്ന് പറയുന്നത് കേരളത്തിലല്ല. കൂടുതൽ ഉറവിടങ്ങൾ വരുന്നത് കേരളത്തിലല്ല. അതായത് ഇന്ത്യയിലും മൊത്തത്തിൽ വിചാരിച്ചാൽ ഇതിന്റെ ഉറവിടങ്ങളും മറ്റു സ്ഥലങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതൊരു നിസ്സാരമായിട്ടുള്ള ഈ കുട്ടികളാണ് ചെയ്യുന്നതെന്ന് പറയണത്. വിദേശത്ത് നിന്ന് വരെ വന്നിട്ടുണ്ടായിരുന്നു. ഗുജറാത്തിലെ തുറമുഖത്ത് വന്ന ആ മറ്റേ ഈ ലഹരിയുടെ ഈ സാധനങ്ങൾ വന്ന സ്ഥലത്ത് എത്രമാത്രം ഇങ്ങോട്ട് കേരളത്തിലേക്ക് കടക്കുന്നുണ്ടെന്ന് അറിയൂ. അപ്പൊ ഉറവിടം കേരളത്തിലല്ല. ശരിക്കും ഞാൻ പറയണേ, ഉറവിടത്തിന്റെ നമ്മൾ ആന്ധ്രാപ്രദേശിൽ പോയി പിടിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും പോയിട്ട് ഉറവിടത്തിൽ പോയിട്ട് പിടിച്ചിട്ടില്ല. കേരള പോലീസാണ് ആന്ധ്രാപ്രദേശിലാന്ന് തോന്നുന്നു, ആന്ധ്രാപ്രദേശിൽ പോയിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലീസിന്റെ ഇൻഎഫിഷ്യൻസി, എക്സൈസിന്റെ ഇൻഎഫിഷ്യൻസി പറഞ്ഞ് നടക്കുന്നേയുള്ളൂ. ഒരാളെ ഒരു നാട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ പിടിച്ചു കഴിഞ്ഞാൽ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. വിഷയത്തിൽ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകണം. ബിനോയിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, എന്തുകൊണ്ടാവും ഈ കുട്ടികളിലേക്കൊക്കെ ഇത്തരത്തിലേക്ക് രാസലഹരി അടക്കം അനായാസം എത്തിച്ചേരുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായത്? നമസ്കാരം, കിരൺ ബാബു. നമസ്കാരം. ഇതിനകത്ത് നമ്മൾ പോലീസിനെയോ എക്സൈസിനെയോ കുറ്റം പറയേണ്ട കാര്യമില്ല. അവരുടെയൊക്കെ ഇടപെടൽ നല്ല ശക്തമായിട്ടുണ്ട്. പക്ഷെ വിദ്യാർത്ഥികൾ ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അവരിത് കച്ചവടം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നാട്ടുകാരും ഇത് ഈ സ്കൂൾ കോളേജ് പരിസരത്തുള്ള കടക്കാരും എല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഇതിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ വരുന്ന സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് നമ്മളെ സ്റ്റേറ്റിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ വലിയ ചെക്കിങ്ങുകളും മറ്റു അന്വേഷണമൊക്കെ നടത്തി ആരാണ്, ഏതാണ്, എന്താണെന്ന് അറിയാൻ പറ്റും. പക്ഷെ എനിക്ക് പറയുവാനുള്ളത്, ഈ ലഹരി ഉപയോഗം വിദ്യാർത്ഥികളുടെ ഇടയിൽ ഏറ്റവും കൂടുതലാണ്. കിരൺ, ഞാനൊരു പൊതുപ്രവർത്തനം, ഇന്നലെ ഒരു കുട്ടിയുടെ അമ്മ വന്ന് എൻ്റെ അടുത്ത് പറയാണ്, ബിനോയിയെ, എൻ്റെ അടുത്ത് എൻ്റെ മകൻ എല്ലാ ദിവസവും രാത്രി 1 മണിക്കും 2 മണിക്കുമാണ് വരുന്നത്. അവന്റെ അടുത്ത് ഒരു വകയും ചോദിക്കാൻ പറ്റത്തില്ല. അവൻ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാക്കി പറ്റും? അവനെ ഒന്ന് അറസ്റ്റ് ചെയ്യിക്കണം, അവനിക്കെതിരെ ഒരു പരാതി കൊടുക്കണം. ബിനോയ്ക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും? ഞാൻ പറയും, നിങ്ങൾ കമ്മീഷണർ ഓഫീസിൽ പോയി ഒരു പരാതി കൊടുത്ത് നിങ്ങളാണ് പരാതിക്കാരിയാണെന്ന് അറിയാത്ത രീതി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ കിരൺ, നമ്മൾ എങ്ങനെ ഇത് ആ മാതാവും 3 പെങ്ങന്മാരുണ്ട്, ഇവരെങ്ങനെ വീട്ടിൽ? തീർച്ചയായിട്ടും അത്തരം ആളുകളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് കൂടി ആ അമ്മയ്ക്ക് സഹായം ചെയ്യാൻ താങ്കൾക്കടക്കം ഉത്തരവാദിത്തമുണ്ട്. താങ്കളടക്കം അത് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണ് കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ തെറ്റിന്റെ വഴിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്തി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനാണ്. അവർ അങ്ങനെയൊക്കെ പോകുന്നതിന്റെ ഒരു പരിധിവരെ ഉത്തരവാദിത്തം സമൂഹത്തിന് കൂടി ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത് ഈ ഘട്ടത്തിലൊക്കെ. ശ്രീ മാത്യു ആണ് അടൂരിൽ നിന്നും. ശ്രീ മാത്യു, താങ്കൾക്ക് പറയാം. ഞാനിത് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം പ്രാക്ടിക്കലായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. ഒന്നെന്ന് പറയുന്നത്
പണ്ട് നമ്മുടെ കേരള സർക്കാരിന്റെ മൈത്രി പോലീസ് പോലെ ഒരു പോലീസിന്റെ ഒരു ചെറിയ വിങ് ഉണ്ടാക്കിക്കൊണ്ട് ഓരോ വാർഡിലെയും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അതാത് സ്കൂളിലെ പേരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ അവർ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുമായിട്ട് ഒരു ഡെയിലി ആഴ്ച ഒരു വീക്കിൽ എല്ലാ വീക്കിലും ഇവരുമായിട്ട് ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് എന്താണ് നടക്കുന്നത്, സ്കൂളിന് പുറത്ത് എന്താണ് നടക്കുന്നത് നമ്മളൊന്ന് അറിയുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾ വീട്ടിൽ വരുമ്പോൾ അവരോട് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും രാത്രി 10 മണിക്ക് വീട്ടിൽ വരണം. വരുമ്പോൾ ഈ അപ്പനും അമ്മയും കൂടെ അവന്മാരെ നിക്കറോ പാവാടയൊക്കെ ഒന്ന് മണത്ത് നോക്കണം. ഇതിന്റെ സിഗരറ്റിന്റെയോ ബീഡിയുടെയോ കഞ്ചാവിന്റെയോ വല്ല മണമുണ്ടോ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇവന് ഇന്ന് ആരെ കൂടാ പോയെന്ന്. കയ്യോടെ അവനെ പിടിക്കണം. എടാ കുഞ്ഞാ നീ എന്താ ചെയ്തത്? ഇപ്പോൾ ഈ പിള്ളേരെ ഉപയോഗിക്കുന്ന പണ്ടായിരുന്നു മദ്യവും സിഗരറ്റും ഒക്കെ വലിക്കുന്ന പിള്ളേർ. ഇവരിപ്പോൾ മദ്യവും സിഗരറ്റും ഒന്നുമല്ല, അവര് രാസലഹരിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് മണപ്പിച്ചൊന്നും നോക്കി കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല. അല്ല, അങ്ങനെ പറ്റില്ല. എങ്കിൽ പോലും നമുക്ക് മാക്സിമം ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഇത് നമ്മുടെയൊക്കെ ലിമിറ്റ് വിട്ടങ്ങ് പോയി കഴിഞ്ഞു ഈ സംഭവം. ഇതിന്റെ ഉറവിടമൊന്നും ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാര്യം ഇന്നത്തെ കാലത്ത് ആമസോണും അങ്ങനെയുള്ള ഐറ്റംസ് കണ്ടുപിടിക്കാനും പറ്റില്ലെന്നൊന്നുമില്ല, കണ്ടുപിടിക്കേണ്ടതാണ്. കണ്ടുപിടിച്ച് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ തടയേണ്ടത് തന്നെയാണ്. ശ്രീ സ്കറിയയാണ് ചെറുപുഴയിൽ നിന്ന്. ശ്രീ സ്കറിയ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം കിരണേ. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ള നമ്മുടെ കാലഘട്ടം, നമ്മുടെ സ്കൂളിൽ പോകുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ ശ്രദ്ധിക്കും, നമ്മുടെ സാറന്മാർ നമ്മളെ ശ്രദ്ധിക്കും, നമ്മുടെ അയലോകക്കാർ നമ്മളെ ശ്രദ്ധിക്കും. അന്നൊക്കെ സിഗരറ്റൊക്കെ ഉള്ളൂ. ഞാനൊക്കെ സിഗരറ്റ് വലിച്ചിട്ടുണ്ട്. സിഗരറ്റ് വലിച്ച് അയലോകക്കാരൻ പറഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ചാച്ചന് അടിച്ചിട്ടുണ്ട്. ചോദ്യം പറിച്ചിട്ടൊന്നുമില്ല, അടി കഴിഞ്ഞിട്ടാ ചോദ്യം. അപ്പൊ ഇന്ന് പറ്റിയത് ഇവിടെ നമ്മുടെ കാരണവന്മാർക്ക് തന്നെയാണ്. ഇന്ന് ഒരു നിയന്ത്രണമില്ല. ഞങ്ങളൊക്കെ കൃത്യം 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൃത്യം 6 മണിക്ക് വീട്ടിൽ വന്നോണം. 7 കിലോമീറ്റർ 8 കിലോമീറ്റർ നടന്ന് പുഴയും പാലമൊന്നും ഇല്ലാത്ത സ്ഥലത്തൂടെയാണ് പോകുന്നത്. കൃത്യം ആ സമയത്ത് വന്നില്ലെങ്കിൽ അടിയാ. ഇന്ന് ഇവിടെ പറ്റിയത്, അന്ന് സാറന്മാർക്ക് കുട്ടികളുടെ കാര്യത്തിലൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ആ സാറന്മാർ അതാത് സ്കൂളുകളിൽ ആ പരിസരങ്ങളിൽ താമസിക്കുന്നതായിരുന്നു. ഇന്ന് 10 മണിക്ക് സാറന്മാർ വരുന്നു, 3 മണിയാകുമ്പോൾ പോകുന്നു. കുട്ടികളോ വല്ല മാതാപിതാക്കളായിട്ട് സാറന്മാർക്കാർ അവരാരും കുറ്റം പറയുന്നൊന്നുമല്ല. പിന്നെ ഇവിടുത്തെ പോലീസ് സംവിധാനം, പോലീസിനെ കുറ്റം പറയുന്നില്ല. ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു സംവിധാനമില്ലേ? ഇവർക്ക് അറിയത്തില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിനകത്തല്ല ഒറ്റ കാര്യം ഇവിടെ വ്യാപാരികളും വ്യവസായികളും ഒക്കെ ഉണ്ട്. ഇവർ വ്യാപാരിയുടെ കടയിൽ നിന്ന് ഒരു സാധനം മേടിക്കുന്നത് ഞാൻ കണ്ടു. സിഗരറ്റ് എന്നാ പറഞ്ഞത്. സിഗരറ്റ് ബാഗിനകത്ത് ഒളിപ്പിച്ച് കഞ്ചാവ് കൊടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ട്. ഞാൻ കടക്കാരനോട് ചോദിച്ചാൽ ഇതെന്ത് തോന്നിവാസം, അത് അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ആ വ്യാപാരിക്കെതിരെ ഇവിടെ പിടിക്കുമ്പോൾ ഇവിടെ വ്യാപാരി വ്യവസായി ഇവിടെ ആരും ഈ ലഹരി പിടിച്ചിട്ടുണ്ടോ? ആരും ആരെ സംരക്ഷിക്കാൻ പോകരുത്, രാഷ്ട്രീയക്കാർ പോകരുത്. ശരി, അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ആരുടെയും രാഷ്ട്രീയ സംരക്ഷണം ഒരു ലഹരി ഇടപാട് കാരണം ഉണ്ടാവരുത്. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, എനിക്ക് പറയാനുള്ളത് ഇതാണ്. നമ്മള് തന്നെ നമ്മുടെ കുട്ടികളെ മോശമായി ഇല്ലാതാക്കിയതാണ്. നമുക്കറിയാം, നിയമം മൂലം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇത് തുടങ്ങേണ്ടത്. നമ്മളിപ്പം വിലപിക്കുകയാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ പോകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത് നമ്മൾ തന്നെ പറയുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് സ്കൂളുകളിലൊക്കെ, എന്റെ ചെറുപ്രായത്തൊക്കെ നമ്മൾ സ്കൂളുകളിൽ പോകുമ്പം അവിടെ ഈ നഴ്സറി മുതൽ ഇത് തുടങ്ങണം. ഇത് നന്നാകണമെങ്കിൽ നമ്മൾ ഈ ചർച്ച ഇഷ്ടം പോലെ ഒത്തിരി ചാനലുകളിൽ ചർച്ച ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ ഇപ്പം കേട്ടോണ്ടിരിക്കുക. പക്ഷെ ഇത് നന്നാകണമെങ്കിൽ നമ്മൾ നഴ്സറി സ്കൂൾ മുതൽ തുടങ്ങണം. അവിടെ വിട്ട് അധ്യാപകർക്ക് കുട്ടികളെ നോക്കാനുള്ള അധികാരം കൊടുക്കണം. നേരത്തെ നമുക്കറിയാം, കുട്ടികളെ വടി കയ്യിലുണ്ടായിരുന്നു. നമ്മളെല്ലാം പറഞ്ഞ് വടി താഴെ വെക്കണമെന്ന് പറഞ്ഞു. അധ്യാപകരോട് പറഞ്ഞ് വടി താഴെ വെക്കണം. ഇനി കുട്ടികളെ നോക്കരുതെന്ന് പറഞ്ഞു. നോക്കിയ പ്രശ്നം, വടിയെടുത്ത പ്രശ്നം. വടി ശ്രീ മൈക്കിൾ അങ്ങനെ അടിച്ചത് കൊണ്ടൊന്നും നന്നാവുന്ന, അല്ലെങ്കിൽ ആ ഒരു കാലം അതല്ല, അതൊരു ശാസ്ത്രീയമായ രീതിയൊന്നുമല്ല. അത് നമ്മൾ ആ കാലത്ത് അങ്ങനെയൊക്കെ തെറ്റായ രീതിയിൽ തുടർന്നു എന്ന് കരുതി എല്ലാ കാലത്തും അങ്ങനെ തുടരുന്നതിൽ അർത്ഥവുമില്ല. അല്ലല്ല, അടിക്കുന്ന കാര്യമല്ല അത് പറഞ്ഞത്. അടിക്കാനല്ല. ഒരു സ്കൂളിൽ നമുക്കറിയാം, ഇപ്പൊ നമുക്കറിയാമല്ലോ, സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു കള്ളനെ പിടിച്ചോണ്ട് പോയാൽ പോലീസുകാരൻ കള്ളനെ തൊഴണം. അവനെ ജയിലിൽ കൊണ്ടുപോയാൽ അന്ന് അവന് കിട്ടിക്കൊണ്ടിരുന്നത് ഈ ഗോതമ്പുണ്ടയും വെള്ളവുമാണ്. ഇന്ന് അവന് കൊടുക്കുന്നത് കോഴിയിറച്ചിയും. ശ്രീ മൈക്കിൾ, അത് അങ്ങനെ അതല്ല ഇതിന്റെ ഭാഗം സാർ. അത് ഈ മയക്കുമരുന്നുമായിട്ടൊക്കെ നമ്മൾ അതിനെ അങ്ങനെ ലഘൂകരിക്കരുത്. അത് മയക്കുമരുന്നുമായിട്ടൊക്കെ എന്താണ് ബന്ധം? ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഈ സമൂഹത്തിൽ അതിനുള്ള പണം ഉണ്ടാവുന്നു, അതിനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുന്നു, അതിനുള്ള ലഭ്യത ഉണ്ടാവുന്നു. അത് തടയാൻ വേണ്ടിയുള്ള ശ്രമം സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന്, അധികാരികളുടെ ഭാഗത്തുനിന്നും, പോലീസിന്റെയും എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാവണം. അതിന് പകരമായിട്ട് ഈ നിയമങ്ങൾക്ക് വടിയെടുക്കാത്തതുകൊണ്ടാണ്, പോലീസ് അടിക്കാത്തതുകൊണ്ടാണ്. പോലീസ് അടിച്ചിട്ട് ഈ ലോകത്ത് ഒരു നാടും നന്നായിട്ടുമില്ല. ഇല്ല, അതില്ലാഞ്ഞിട്ടാണല്ലോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പം പോലീസ് അടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അധ്യാപകൻ അടിക്കുന്നതുകൊണ്ടോ ഒരു നാട് നന്നാവും നമ്മൾ കരുതരുത് സാർ. ഇതൊക്കെ ഓരോ അധികാരമുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ അധികാരമുണ്ട്.
അങ്ങനെ അടിക്കാൻ നമുക്ക് ആർക്കും അധികാരം കൊടുക്കാൻ കഴിയില്ല. അധികാരമില്ലല്ലോ, അടിക്കാൻ അധികാരം പാടില്ല. ഒരാളെയും അടിക്കരുത്, അങ്ങനെയല്ലല്ലോ കാര്യം. ഞാൻ ചോദിക്കട്ടെ, വഴിയെ ഞാൻ ഒരൊറ്റ കാര്യം സാറിനോട് ചോദിക്കുകയാണ്. സാറ് നടന്ന് വഴിയെ പോകുമ്പോ ഒരു 2 കുട്ടികളെ ഇങ്ങനെ കണ്ടു. സാറിന് ആ കുട്ടികളോട് സംസാരിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്? സംസാരിക്കണം, കാര്യങ്ങൾ നീക്കേണ്ടത്. അവിടെയാണ് പ്രശ്നം. അത് ചെയ്യരുതെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ചർച്ചയിൽ തന്നെ ഞാൻ നേരത്തെ ഒരു 5-6 മാസത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് എങ്ങാണ്ട് ഒരു ബെഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം വന്നു. ഞാൻ ചർച്ച ചെയ്ത സാറുമായിട്ട് ചർച്ച ചെയ്തതാണ്. അറിയാമല്ലോ ആ ഒരു വിഷയം കണ്ടു. ന്യൂ ജനറേഷൻ എന്നാ പറയുന്നത്. ഇതെല്ലാം പറയുന്നത് നമ്മളാണ്. അങ്ങനെയല്ല, അത്തരം കാര്യങ്ങൾ കൊണ്ട് പരിഹരിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാൻ. താങ്കൾ പറഞ്ഞതും വാലിഡായ പോയിന്റുകൾ തന്നെയാണ്. ശ്രീ ഗോവിന്ദനാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ ഗോവിന്ദൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ആക്ച്വലി ഈ മയക്കുമരുന്നിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ പറയുമല്ലോ, ആദ്യമായിട്ട് ബോധവൽക്കരണം നടത്തിയ ഒരാളുണ്ട്, ഇന്നും ജീവിച്ചിട്ടുണ്ട്, ആ മഹാൻ ശ്രീകുമാരൻ തമ്പി സാറ്. അദ്ദേഹത്തിന്റെ തിരുവോണം എന്ന സിനിമയില് കേൾക്കാവോ? അദ്ദേഹത്തിന്റെ തിരുവോണം എന്ന സിനിമയിലാണ് ഈ മയക്കുമരുന്നിന്റെ സബ്ജക്ട് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ പ്രേം നസീർ സാറും കമലഹാസനും ഒന്നിച്ചഭിനയിച്ച ഒരേ ഒരു പടമാണ് തിരുവോണം. ഇന്നിപ്പോ കണ്ടില്ലേ, ഈ പിടിച്ചവരില്ലേ, ഈ മയക്കുമരുന്ന് അടിച്ച് പിടിച്ചവരെ എല്ലാം ഉണ്ടല്ലോ, അവരെ കൊണ്ട് പരീക്ഷ എഴുതിക്കാൻ പോവോ? എന്തിനാന്നേ അവരെ കൊണ്ട് പരീക്ഷ എഴുതിച്ചിട്ട് അവരെ പിന്നെ എന്താക്കാനാ? അത് തെറ്റായ നയം. പിന്നെ ആദ്യം തന്നെ കോളേജില് നമ്മൾ അഡ്മിഷൻ സ്കൂളിൽ അഡ്മിഷൻ നേടുമ്പോൾ ആ പിതാക്കന്മാരും കുട്ടികളും അഫിഡവിറ്റ് കൊടുക്കണം. ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞങ്ങളെ നിരുപാധികം ഡിസ്കസ് ചെയ്യാൻ ആ കലാലയത്തിന്റെ പ്രിൻസിപ്പൽ. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ കോളേജ് അധികാരികളൊന്നും അത്ര നല്ല ആളുകളൊന്നും അല്ല. അവർക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെയൊക്കെ, കുട്ടികളെയൊക്കെ, അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന കുട്ടികളെയൊക്കെ അവർ ഇപ്പോൾ തന്നെ അടിമകളാക്കി കുട്ടികളെ വെക്കുന്ന മാനേജ്മെന്റും ഒക്കെയാണുള്ളത്. അവരെ എല്ലാവരും പുറത്താക്കി കളയും. അല്ല, അത് പറയട്ടെ, അങ്ങനെയൊന്നും പറയരുത് ശ്രീ ഗോവിന്ദൻ. അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞു. നമ്മൾ എന്തിനും പറയില്ലെന്ന് പറയില്ല. ഇപ്പൊ പ്രിൻസിപ്പാൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെളിവ് വേണം. ഇപ്പൊ പ്രിൻസിപ്പാൾ തെളിവൊക്കെ അങ്ങനെയൊക്കെ നമ്മളെ ചോദ്യം ചെയ്യാതെ ഒരാളെ പുറത്താക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ, എഴുതിയൊന്നും ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കോളേജുകളിലൊക്കെ കുട്ടികളെ അടിമകളാക്കുകയാണ് വെച്ചിരിക്കുന്നത് പലയിടത്തും. അങ്ങനെയൊന്നും അടിമയൊന്നും ആക്കിയല്ലേ. കാരണം എന്താ വെച്ചാൽ ഈ ബാഗ് പരിശോധിക്കാൻ വരുന്ന പിന്നെ പരിശോധിച്ച ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സ് ചേർന്ന് 1975 65 തൊട്ട് ഞാൻ സ്കൂളിലും കോളേജിലും പഠിച്ച് പ്രീ ഡിഗ്രിക്ക് SP കോളേജിൽ, ചങ്ങനാശ്ശേരി SP കോളേജിൽ പഠിച്ചവനാ. അന്നൊക്കെ എത്ര അച്ചടക്കമായിരുന്നു. ഒന്നും പഠിക്കും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ. നമ്മുടെ ബാഗ് പരിശോധിക്കണമെന്നേ, പരിശോധിച്ച് നോക്കട്ടെ. ബാഗൊക്കെ പരിശോധിച്ച പോലല്ലോ ഇതിനകത്ത് അങ്ങനെ എഴുതി കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ പ്രായോഗികമല്ലല്ലോ. ഈ കേരള പോലീസ് വെച്ചാൽ സ്കോട്ട്ലൻഡ് പോലീസിനോട് തുല്യമുള്ള പോലീസല്ലേ. കഴിഞ്ഞ ദിവസം കണ്ടില്ല, ഒരു പോലീസുകാരനെ തള്ളിയിട്ടിട്ട് അയാളെ പക്ഷെ എന്തായാലും അത്തരം കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ ഓരോ വിഷയത്തിന്റെ മാത്രമല്ല, ആകെ വിഷയത്തിന്റെ വ്യാപ്തി കൂടി പരിശോധിച്ച് വേണം നമ്മൾ എപ്പോഴും അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. ശ്രീ ആന്റണിയാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ആന്റണി, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ മാനേജ്മെന്റും നമ്മുടെ പൊതുവിലുള്ള ആൾക്കാരും രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ എല്ലാവരും ഈ കുട്ടികളെ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഒന്നുണ്ടാകണം. പോലീസുകാരുടെ കൂടെ, അതായത് ശരിക്കും അവരുടെയും കൂടെ ഇതൊക്കെ ആയിട്ട് ഒരു ടീമായിട്ട് ഓരോ സ്കൂളുകളിലും ഈ പിള്ളേരെ ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ മറ്റുള്ള കുട്ടികളുമായിട്ട് പോകുന്നതും അതുപോലെ തന്നെ മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഒക്കെ, അതായത് ഇവരെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഇവരെന്താ ചെയ്യുന്നത്, എങ്ങനെ ഇവർക്ക് തന്നെ ഏകദേശം ഒന്ന് മനസ്സിലായി. ഒരു സ്കൂളില് അല്ലെങ്കിൽ ഒരു കോളേജിൽ അവരെ വാച്ച് ചെയ്യാൻ ഒരു ടീമുണ്ട്, കുറെ ആൾക്കാർ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് പറയുമ്പോൾ കുറെയൊക്കെ വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എനിക്ക് മുമ്പ് പറഞ്ഞ പ്രേക്ഷകൻ പറഞ്ഞവരെ അവരുടെ ബാഗ് പരിശോധിക്കാൻ, അല്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ബാഗിൻ്റെ അകത്തൊന്നും കാണുകയില്ല. അവർ വഴിക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ട് വെച്ചിട്ട് വരുവാണെങ്കിലോ, അല്ലെങ്കിൽ ഈ ഒളിപ്പിച്ച് വെക്കാന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളത്. അതൊന്നും ഒരു പ്രതിവിധിയായിട്ട്. ശ്രീ സുനിമോൾ നമ്മുടെ യൂട്യൂബിൽ കമന്റ് ഇടുന്നു. ലഹരി വ്യാപനം കൂടുന്നു, ലഹരിയുമായി പിടികൂടുന്നവർക്ക് നല്ല ശിക്ഷ നൽകണം. സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിറ്റഴിയുന്നെന്ന് തോന്നുന്നു. ഇത് തടയണം. ലഹരി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് കണ്ടെത്തണം. അതാണ് ഏറ്റവും പ്രധാനം. ലഹരിയുടെ ഉറവിടം കണ്ടെത്തി അവിടെ നിന്ന് തന്നെ തടയാൻ കഴിയണം. അല്ലെങ്കിൽ ചില്ലറ വിൽപ്പനക്കാരനെ പിടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അവൻ അത് വാങ്ങുന്നിടത്ത് ആളെ പിടിച്ചുകൊണ്ടോ മാത്രമായില്ല. ഇതൊക്കെ ബൾക്കായി ഈ നാട്ടിലേക്കൊക്കെ എത്തിക്കുന്ന വലിയ വലിയ ആളുകളുണ്ട്. അവരെയൊക്കെ പിടികൂടാൻ കഴിയണം. യുവജനങ്ങളിലും ലഹരി ഉപയോഗം
കൂടുന്നു എന്ന് പറയുന്നു. അതോ കൃഷ്ണദാസ് പറയുന്നു, സ്വന്തം വീടിന് ചുറ്റും വലിയ മതിൽ കെട്ടി ഗേറ്റും പൂട്ടിയിരിക്കുന്നവർ മനുഷ്യത്വം പറച്ചിൽ കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന് പറയുന്നു. അത് പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വീട് എന്ന് പറയുന്ന ഒരു പെട്ടിയിൽ നിന്നും സ്കൂൾ ബസ് എന്ന് പറയുന്ന ഒരു പെട്ടിയിലേക്കും അവിടെ നിന്ന് ക്ലാസ് എന്ന ഒരു പെട്ടിയിലേക്കും തിരിച്ച് വീണ്ടും അതേ പെട്ടിയിൽ ഇറങ്ങി വരുന്നു. അവസാനം മൊബൈൽ എന്നുള്ള പെട്ടിയിലേക്കൊക്കെ നീങ്ങുന്നു. വെച്ചാൽ അങ്ങനെ സമൂഹവുമായിട്ടുള്ള കുട്ടികളുടെ ബന്ധം, വീട്ടുകാരുടെ ബന്ധം, അച്ഛനമ്മമാരുടെ ബന്ധം, ഇതെല്ലാം കുറയുന്നതും ഇത്തരം ലഹരി ഉപയോഗത്തിനും ഇത്തരം മാരകമായ സ്വഭാവ വൈകല്യത്തിലേക്കൊക്കെ നീങ്ങാനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയായി മനഃശാസ്ത്രജ്ഞരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാമൂഹ്യ ബന്ധം നിലനിർത്തേണ്ടത് എപ്പോഴും അനിവാര്യമാണ്. ആദ്യം കൊടുക്കുന്ന കളിപ്പാട്ടം മൊബൈൽ ഫോണാണ്. കൂടാതെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് പൈസയും കൊടുത്തുവിടും മാതാപിതാക്കൾ എന്ന് ദിലീപ് കുമാറാണ് പറയുന്നത്. അതും ഒരു പ്രധാനപ്പെട്ടതാണ്. ഈ തരത്തിലേക്കൊക്കെ കുട്ടികൾക്ക് മൊബൈൽ ഫോണൊക്കെ നൽകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് നിരന്തരം സമൂഹം ഓർമ്മപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ നിരന്തരം അച്ഛനമ്മമാർ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷെ അപ്പോഴും പലപ്പോഴും അതിന് കഴിയാതെ പോകുന്നു എന്നുള്ളതും പ്രധാനം തന്നെയാണ്. അത് തിരുത്തേണ്ടത് തന്നെയാണ്. ശ്രീ രാജഗോപാലാണ് പാലോട് നിന്നും. ശ്രീ രാജഗോപാൽ, താങ്കൾക്ക് പറയാം. നമസ്കാരം സർ. നമസ്കാരമുണ്ട്, പറഞ്ഞു. അപ്പൊ ഈ വിഷയം വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതല്ല ശരി. പ്രധാനമായി വളരെ ഗ്രാസ് റൂട്ടില് നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. ഈ അത്ര രൂക്ഷമാണ് സ്ഥിതി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ഈ രാഷ്ട്രീയ പാർട്ടികള്, യുവജന സംഘടനകള്, അധ്യാപകര്, മാധ്യമങ്ങള് അടക്കമുള്ളവര് താല്പര്യങ്ങൾ ഒഴിവാക്കി, ഈ രാഷ്ട്രീയ താല്പര്യങ്ങളെല്ലാം ഒഴിവാക്കി നമ്മുടെ നാട്, നമ്മുടെ തലമുറ നന്നാവണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഒരു മാസ് ക്യാമ്പയിൻ നടത്തണം. അതിനകത്ത് നേരത്തെ പറഞ്ഞ കുറെ വിഷയങ്ങളുണ്ട്. അധ്യാപകർക്ക് കുട്ടികളുടെ ബാഗ് പരിശോധിക്കാനുള്ള അവകാശം ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. കുട്ടികളുടെ സ്വതന്ത്രമായ സ്വകാര്യമായ കാര്യങ്ങളിലേക്ക് കൈയടത്തുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ അതൊക്കെ ചില സ്കൂളുകളിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംഗതി മാറണം. ഒരു കുട്ടിയുടെ മാനസിക വ്യാപാരവും സ്വഭാവത്തിന്റെ മാറ്റങ്ങൾ ഏറ്റവും കീനായി വാച്ച് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ആള് രക്ഷാകർത്താക്കൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത് അധ്യാപകരാണ്. അപ്പൊ അവർക്ക് ആ കുട്ടിയുടെ മാനസിക വ്യാപാരങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബാഗ് പരിശോധിക്കുക, ആ കുട്ടി എന്തെങ്കിലും ഡ്രഗ്സിന് അടിമകളാണോ എന്ന് പരിശോധിക്കുക. ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പോ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കുകയാണ്. വളരെ ക്രൂരനായ അധ്യാപകൻ. ഒരിക്കലും ഒരു കുട്ടിയോട് അധ്യാപകൻ ഒരിക്കലും ശത്രുതാപരമായി പെരുമാറാനേ കഴിയില്ല. ഉറപ്പാണ്. ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു, ഞാൻ അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്, അവർ രക്ഷാകർത്താവ് കൂടിയാണ്. ശരി, വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മൊബൈൽ എന്ന പെട്ടി ലാസ്റ്റ് വരുന്നത്, അവസാനം വേറൊരു പെട്ടി കൂടെ വരും, 6 അടി എന്നുള്ളൊരു പെട്ടി, അതും കൂടെ ലാസ്റ്റ് വരുന്നത്. മുഖ്യമന്ത്രി അത് പറയാൻ വിട്ടുപോയി. പിന്നെ ശരിയാണ്, ഇങ്ങനെയൊക്കെ ഉള്ളവർ അവസാനിക്കുന്നത്. സമൂഹം പലപ്പോഴും ഈ പല കൊലപാതകങ്ങൾ പോലും ഇതിന്റെ പങ്ക്, ഈ ലഹരിയുടെ പങ്ക് വളരെ വ്യക്തമാണ്. കേസുകളിലടക്കം അത് ശക്തമായി വരുന്നുണ്ട്. ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണല്ലോ, ഒന്നിച്ച് മദ്യപിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മറ്റവന്റെ തലക്കടിച്ച് കൊല്ലുന്നത്. ഈ നമ്മൾ ഈ മയക്കുമരുന്നിന് മുമ്പ് ഈ മദ്യത്തിന്റെ ആസക്തിയും കൂടെ നോക്കണം. കാരണം എന്താ വെച്ചാല് മദ്യത്തിലാണ് അത് ആദ്യം തുടങ്ങുന്നത് തന്നെ, മയക്കുമരുന്നിലൊന്നല്ല. ആദ്യം മദ്യത്തിൽ അതിന്റെ വീര്യം. സന്തോഷം അങ്ങനെയൊന്നും അല്ല. പണ്ടൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ, സിഗരറ്റ് വലിച്ചു മദ്യപിച്ചു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോൾ ഈ മദ്യവും സിഗരറ്റും ഒക്കെ ഉണ്ടാക്കുന്ന അപകടത്തിന്റെ എത്രയോ 1000 മടങ്ങ് അപകടമാണ് ഈ രാസലഹരിയൊക്കെയാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. അതെ, അത് ശരി തന്നെ സാറേ. അപ്പം ഈ ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നിങ്ങളുടെ വാർത്തയിൽ തന്നെ കാണുക, 120 ദിവസം അവിടെ ഒരു സമരം ചെയ്തിട്ട് ജനങ്ങൾ എതിർത്ത് അവിടെ ഈ ഗവൺമെന്റ് കൊണ്ടുപോയി ബീവറേജ് വെച്ചു. ജനങ്ങൾ എതിർത്ത സ്ഥലത്താണ് ഗവൺമെന്റ് കൊണ്ട് ബീവറേജ് വെച്ചത്. സന്തോഷം, നമ്മളെപ്പോഴും ഇത്തരം വിഷയങ്ങളെ കാണേണ്ടത് ഈ ഒരു നാട്ടിൽ ലഹരി മുക്ത രാജ്യം അല്ലെങ്കിൽ മദ്യം നിരോധിച്ചൊന്നും ലോകത്തൊരു രാജ്യവും അങ്ങനെ അവിടെ മദ്യത്തിന്റെ ലഭ്യതയൊന്നും ഇല്ലാതായിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ള അത്തരം ലഹരികൾക്കൊക്കെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ആളുകൾ, അല്ലെങ്കിൽ അത്തരം അതൊന്നും എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കേ. കേട്ടു, ഞാൻ താങ്കളിലേക്ക് പറഞ്ഞതുകൊണ്ടാണല്ലോ ആദ്യമേ പറഞ്ഞത്. നമ്മുടെ വിഷയം അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ ഗുരുതരമായ അപകടത്തിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ചെറിയ കാര്യം പറയുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറയുന്നേക്ക് അപ്പുറത്തേക്കാണ്. ഇപ്പൊ ഞാൻ പറയാം, എനിക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഒരിടത്ത് പോയി മദ്യം കിട്ടുമെന്ന് അറിയുമ്പോഴത്തേക്ക് ഞാനൊരു 8:45 അത് പോകും. പക്ഷെ അത് എനിക്ക് അവിടെ കിട്ടുന്നില്ല എന്ന് അറിയുമ്പോൾ ഞാനത് പോകാൻ നിൽക്കില്ല. എന്നാൽ നാളെയെങ്കിലും മതിയെന്ന് ചിന്തിച്ചേക്കും. എന്റെ ഒരു ചോദ്യം ശ്രീ സന്തോഷ്, ന്യായമായ ഒരു സംശയമാണ്. ഈ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയും മയക്കുമരുന്ന് വിൽക്കുന്നതിന് നിയമപരമായി കർശനമായ നിരോധനമുണ്ട്, പിടിച്ചാൽ കടുത്ത ശിക്ഷയുണ്ട്. പക്ഷേ എന്നിട്ടും ഇവിടെയൊക്കെ ഈ മദ്യത്തെക്കാളും ഒക്കെ സുലഭമായി മയക്കുമരുന്ന് ലഭ്യമാകുന്നില്ലേ?
അപ്പോൾ നിയമം ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, അത് നടപ്പാക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള ബോധവൽക്കരണം അത്തരം കാര്യങ്ങളല്ലേ വേണ്ടത്. ഈ മയക്കുമരുന്ന് എന്തുകൊണ്ടാണ് അറിയോ ഇത് ഇങ്ങനെ വരുന്നത് സുലഭമായിട്ട്? ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ്. അതെ, ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ലാഭമാണ്. കുറെ പിടിച്ചില്ലെങ്കിൽ എത്രയാണ് പൈസ ലാഭം വരുന്നത്? ഇന്ന് തന്നെ വേറൊരു ടി വിയിൽ വന്നതാണ്. തായ്ലാൻഡിൽ നിന്ന് കഞ്ചാവ് വരുന്നു ബോംബെയിലേക്ക്, 1 ലക്ഷം രൂപയാണ് പ്രതിഫലം. ആരാണ് സാറ് പോവാതിരിക്കുക? അതെ, സന്തോഷം. അത് തന്നെയാണ് ഞാൻ നേരത്തെ ഇടപെട്ട് പറഞ്ഞതിന്റെയും കാര്യം ഇത് തന്നെയാണ്. അല്ലാതെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള വിഷയമാണ്. വേറെ കാര്യം സാറ് പറഞ്ഞ നേരത്തെ ഒരു പ്രശ്നം പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആൾക്കാർക്ക് ഒന്നും നമുക്കിപ്പോ ഒരു കുട്ടി ഇപ്പൊ പുറത്തുനിന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചോദിക്കാനാവില്ല. കാരണം നമുക്കറിയാം ഈ വർഷം ജനുവരി 1-ാം തീയതി 2 കുട്ടികൾ പോയപ്പോ ഒരാൾ ചോദിച്ചാണ് അവന്റെ പള്ളക്ക്. ശരിയാണ്, അത്തരത്തിലേക്കൊക്കെ കുട്ടികൾ ലഹരിയുടെ ഉപയോഗം കൊണ്ട് മാറുന്നുണ്ട്. ധൈര്യത്തിലാണ് നമ്മൾ ശരി, ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്തുനിന്ന്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളതിനേക്കാളും ഹലോ പറഞ്ഞോളൂ. ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നതിനേക്കാളും മുന്നേ താങ്കളോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. ഒരു പ്രേക്ഷകൻ അഹമ്മദ് ബാവയായാലും മറ്റുള്ളവരായാലും വിളിച്ചു കഴിഞ്ഞാല് ആ ആളെ ടെലിഫോൺ കട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി കട്ട് ചെയ്യണം. ഇപ്പൊ 2-3 പ്രാവശ്യം ഞാൻ താങ്കള് എങ്ങനെ മനസ്സിലായില്ല? അതായത് അഹമ്മദ് ബാവ എന്ന ഞാനോ ഇല്ലെങ്കിൽ മറ്റൊരാളോ സംസാരിക്കുമ്പോ എന്താണ് ആ ആള് പറയുന്നത് കാര്യം കൂടി കേൾക്കാൻ താങ്കൾ തയ്യാറാവണം. കേട്ടിട്ടല്ലേ മറുപടി പറയുന്നത്? 2-3 പ്രാവശ്യമായി താങ്കൾ എന്റെ ടെലിഫോണ് എന്നെ പറയാൻ അനുവദിക്കാതെ താങ്കൾ കട്ട് ചെയ്യുന്നു. താങ്കൾ എന്നാ ഇത്തവണ പറഞ്ഞോളൂ, അന്നേരം നമുക്കറിയാം. അത് കാരണം അതെന്നെ അപമാനിക്കലിന് തുല്യമാണല്ലോ. അങ്ങനെയല്ല, നമുക്ക് ഒരാൾക്ക് എത്ര സമയം കൊടുക്കാൻ കഴിയുമോ? ഇല്ല, കുറച്ച് സമയം മതി. എല്ലാവർക്കും ഇത് കൊടുക്കാനൊന്നും താങ്കൾ പറഞ്ഞോളൂ. സമയം കൊടുത്താൽ പൊതുവേദി നമുക്ക് രാവിലെ തുടങ്ങിയ രാത്രിയും അവസാനിക്കില്ലല്ലോ. താങ്കൾ പറഞ്ഞോളൂ. ഓക്കെ. ഇതെന്താന്നറിയോ, ഇത് പ്രധാനമായിട്ട് നിയമം കർശനമാക്കണം. നിയമം കർശനമാക്കുമ്പോ തന്നെ ആരാണോ നിയമം നടപ്പാക്കേണ്ടവര് അവരെയും കർശനമാക്കണം. പിന്നെ വലിയ വലിയ ആളുകൾ, ഇപ്പൊ അടുത്തുണ്ടായ ഒരു DYSP മദ്യം കഴിച്ചിട്ട് ഒരു 5 വയസ്സായ കുട്ടിനും വെച്ചിട്ടൊക്കെ കൂടി ടൗണിൽ കൂടിയൊക്കെ ചുറ്റി സഞ്ചരിച്ച് അയാളെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജാമ്യത്തിൽ വിട്ടു. പ്രതിഭന്റെ മകനെ പിടിച്ച ആൾക്ക് ഇപ്പൊ പണിഷ്മെന്റ്. ഇതൊന്നും ശരിയാവൂല. കാരണം എന്താന്ന് വെച്ചാൽ ശ്രീ അഹമ്മദ് ബാബ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് ചിലപ്പോൾ ഇടപെടേണ്ടി വരുന്നത്. ഒരു കേസിന്റെ വിധി വരുന്നതിന് മുമ്പ് നമ്മൾ അക്കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ആ പ്രതിഭയുടെ മകനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസിൽ 2ാമത് അന്വേഷണം നടത്തിയിട്ട് ആയിരിക്കുമല്ലോ അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. അതിൽ എങ്ങനെയാണ് ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്ന് പറയുന്നതിന് മുമ്പേ എനിക്ക് വിധി എഴുതാൻ കഴിയുമോ? ഇല്ലല്ലോ, താങ്കൾക്ക് വിധി എഴുതാൻ കഴിയില്ല. മകന് അനുകൂലമായിട്ട് അങ്ങനെ അവന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ പ്രതിഭയുടെ മകനായതുകൊണ്ട് അവനെ തള്ളിക്കളയണം. സുഹൃത്തെ, ഇത് എന്ത് നിയമമായി? അതെന്താണ്? ഒരു പ്രതിഭയുടെ മകനെതിരെ ആയതുകൊണ്ട് ആ കേസിൽ അയാൾ ഉൾപ്പെട്ടേ മതിയാവുമെന്ന് ശാഠ്യം പിടിക്കാനാവും? ആയതുകൊണ്ട് തന്നെ അതെങ്ങനെ താങ്കൾക്കറിയാം? അത് അഹമ്മദ് ബാവയ്ക്ക് എങ്ങനെ അറിയാം? കോഴിക്കോട് ICUവിൽ ഒരു സ്ത്രീനെ പീഡിപ്പിച്ചു. ICUവിലെ സ്ത്രീയുടെ കാര്യമല്ല ചോദിച്ചത്. ഈ അഹമ്മദ് ബാവ ഈ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിൽ പറയൂ. ഇതല്ല ഇതിന്റെ തുടർച്ച. അതെങ്ങനെ താങ്കൾക്കറിയാം? താങ്കളുടെ പക്ഷത്ത് എന്തെങ്കിലും തെളിവുണ്ടോ? നിയമം കർശനം. അതെല്ലാം ശരി, സമ്മതിച്ചു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇടപെടേണ്ടി വരുന്നത്. ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഇതുപോലെ തന്നെ സിനിമ. ശരി, ഓക്കെ. എന്തായാലും താങ്കളെ അഭിപ്രായ ആ വിഷയത്തിൽ പറഞ്ഞു കാണുമെന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്ക് താങ്കളുടെ വിഷയത്തിൽ പലപ്പോഴും നേരത്തെ ഇടപെട്ടത് കൃത്യമായി തന്നെ അറിയാം. താങ്കൾ ഇത്തവണ പറയട്ടെ എന്ന് തന്നെ കരുതി തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ മറുപടി പറഞ്ഞത്. ഒരു പരിധി വിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം പിന്നീട് മറ്റു വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ അവതാരം എന്ന നിലയ്ക്ക് എനിക്ക് ഇടപെടേണ്ടി വരും. അത് ഇനിയും ഇടപെടേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ ഇടപെടേണ്ടി വന്ന ഘട്ടത്തെക്കുറിച്ച് കൃത്യമായി ഓർമ്മയുള്ളത് കൊണ്ടുകൂടി തന്നെയാണ് ആ സമയത്ത് അത് മിണ്ടായിരുന്നു താങ്കൾ എന്ന് പറഞ്ഞത് തന്നെ. ശ്രീ തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, എല്ലാവരും സർക്കാരിനെയും അല്ലെങ്കിൽ മാധ്യമങ്ങളെയും അല്ലെങ്കിൽ പോലീസുകാരെയാണ് എല്ലാവരും വിമർശിക്കുന്നത്. അത് തെറ്റാണ്. കാരണം നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യം ആണ് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത്. കാരണം നമ്മുടെ വീട്ടിലെ പിള്ളേര് പിന്നെ രാവിലെ പോകുന്നു, പാതിരാത്രിക്ക് കയറി വരുന്നു. ഏതെങ്കിലും ഒരു രക്ഷകർത്താക്കൾ തിരക്കുന്നുണ്ടോ? സ്കൂൾ കുട്ടികൾ നടക്കുന്നത് ഏതാണ്ട് പ്രാന്തന്മാരെ പോലെയാണ് വഴി നില നടക്കുന്നത്. സമയത്ത് വീട്ടിൽ ചെല്ലാറില്ല. അച്ഛനമ്മമാര് തിരക്കാറുണ്ടോ? ഇല്ല.
അപ്പം ഒരു അധ്യാപകൻ കുട്ടിയെ തല്ലിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പിറ്റേ ദിവസം രക്ഷകർത്താക്കൾ സ്കൂളിലേക്ക് ചെല്ലുകയാണ്, അധ്യാപകന്റെ നേരെ മേക്കെട്ട് കയറാൻ ചെല്ലുകയാണ്. അതോടുകൂടി നാട് നശിച്ചെന്ന്. പ്രതിഭാകാരിയുടെ കാര്യമാണ് എല്ലാവരും പറയുന്നത്. ഈ പിടിക്കുന്ന മയക്കുമരുന്ന് പിടിക്കുന്ന ഏറ്റവും കൂടുതൽ പിടിക്കുന്നതോടുന്ന കാര്യം സംഭവം ശരിയാണെന്ന്. കാരണം ഇത് ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ കനകമണിയാണ് കൊല്ലത്തുനിന്നും. ശ്രീമതി കനകമണി, താങ്കൾക്ക് പറയാം. ഹലോ സാറേ, ഞാനാ കനകമണി കൊല്ലത്തുനിന്ന്. ഞാനേ പറയാൻ ശരി, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാന് പട്ടാത്താനം മുകേഷിന്റെ വീടിന്റെ അടുത്ത് നിന്ന്. ഓ ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ കുറേ ദിവസം കൊണ്ട് വിളിക്കുന്നത്, എനിക്ക് കിട്ടത്തില്ല. ഇന്നാണ് കിട്ടുന്നത്. ഞാൻ പറയാനായി എന്റെ വീട്ടിന്റെ തൊട്ട് വാതിലിൽ കഞ്ചാവും മയക്കുമരുന്നും മദ്യവും എല്ലാം കച്ചവടമുണ്ട് സാറേ. ഞങ്ങൾ പരാതിപ്പെട്ട് 3 കമ്മീഷണർക്ക് കൊടുത്തു, DSPക്ക് കൊടുത്തു, ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൂടെ എല്ലായിടം കൊടുത്തു. അവസാനം എമ്മാര് പാത്തിരുന്ന് എന്റെ മോനെ അടിച്ച് ഇപ്പൊ എന്റെ മോന് ജോലി ചെയ്യാൻ വയ്യാതാക്കി. എന്നിട്ട് ഒരു നടപടിയും എടുത്തില്ല സാറേ. ഒരു നടപടി ഉണ്ടായില്ല ആ വിഷയത്തിൽ? ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല. ഇന്നലെ കലക്ടർക്ക് കൊണ്ട് കൊടുത്തു. ഞാൻ എന്റെ മോനിന് ജോലി ചെയ്യാൻ പറ്റാതെ എല്ലാം പൊട്ടി നെഞ്ച. എനിക്ക് ജോലി ഹോസ്പിറ്റലിലാണോ മകൻ? ഹോസ്പിറ്റലിലാണോ മകൻ? ഒരു ജോലി ചെയ്തു തരാൻ എനിക്ക് ആരുമില്ല. ഞാനും എവിടെയാണ്? കൊല്ലത്ത് എവിടെയാണ് സ്ഥലം? കൊല്ലം പട്ടാത്താനം മുകേഷിന്റെ മുകേഷല്ലേ MLA? മുകേഷിനോട് ഈ വിഷയം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടോ? മുകേഷ് ഇതിലൊന്നും ഇടപെടത്തില്ല. മുകേഷ് ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ല. നാളത്തെ ഒരു പ്രശ്നം ഉണ്ടായാൽ കാണാൻ പോലും ഇല്ല. അവർക്ക് ആർക്കും ഒന്നും പറയാനൊക്കത്തിൽ 7-8 വർഷം കൊണ്ട് ഇത് എന്നെ വിളയാട്ടവിടെ. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയോ? പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, DSPക്ക് കൊടുത്തു, ഇന്നലെ കൊണ്ട് കലക്ടർക്ക് കൊടുത്തു. ശരി, എന്തായാലും ശ്രീമതി കനകമണി, ആ വിഷയത്തിൽ ഞങ്ങൾ കൂടി അന്വേഷിക്കാം. എന്താണ് കനകമണിയുടെ കേസിനകത്ത് തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അതിന് മുകളിലുള്ള അവർക്ക് പരാതി നൽകുകയും അതിന്റെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും വാർത്ത നൽകുകയും ഒക്കെ ചെയ്യാം. ഞാൻ 7 വയസ്സുള്ള ഒരു അത്ര സങ്കടം കൊണ്ട് പറയൂ. എനിക്കിപ്പോ ജോലി ചെയ്ത് തരാൻ ആരില്ലാതായി. ഞാൻ എങ്ങനെ ജയിക്കുന്നു പറ. ഒരു നടപടി ഇവരെടുക്കുന്നതിന് കൊച്ചു ചേർക്കന് ജോലിക്ക് പോവാൻ വയ്യ, പുറകെ പോകുക അവന്മാർ കൊല്ലുമെന്നും പറഞ്ഞു. ശരി, എന്തായാലും താങ്കളുടെ വിഷയത്തിൽ എന്താണ് നടന്നതെന്നുള്ള കാര്യം ഞങ്ങൾ കൂടി മാധ്യമം എന്ന നിലയ്ക്ക് ഞങ്ങൾ കൂടി അത് തീർച്ചയായിട്ടും അന്വേഷിക്കാം. അക്കാര്യത്തിൽ തുടർ നടപടികളെക്കുറിച്ചും എന്താണെന്നുള്ളതും അന്വേഷിക്കാം. ശ്രീ ഷാഹുലാണ് പാലക്കാട് നിന്ന്. ശ്രീ ഷാഹുൽ, താങ്കൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരാൾ പരാതി പറഞ്ഞതേ ഉള്ളൂ. ഒരു സ്ത്രീ പരാതി പറഞ്ഞപ്പോൾ അവരുടെ മകനെ മർദ്ദിക്കുകയാണ് ഈ മയക്കുമരുന്ന് ലോബി ചെയ്തത് എന്ന് പറയുന്നു. അതിൻ്റെ വിവരം എന്താണെന്ന് അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും അങ്ങനെ കൂടി ഭയപ്പെടുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് പലപ്പോഴും. ശ്രീ അഷ്റഫാണ്. ശ്രീ അഷ്റഫ്, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് അഷ്റഫ്. ചങ്ങനാശ്ശേരിയിലെ താലൂക്ക് വികസന സമിതി മെമ്പറാണ്. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ ഈ വിഷയത്തിൽ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇതിനെക്കുറിച്ച് ഇതിന്റെ പിന്നാലെ കുറെ നടന്നിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ശരി. അതായത് എനിക്കതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതും ചങ്ങനാശ്ശേരി അടക്കമുള്ള താലൂക്ക് വികസന സമിതിയിൽ അടക്കം ഈ വിഷയം ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. അതിന്റെ ഭാഗമായി മനസ്സിലായത്, ഇപ്പോ ഈ മയക്കുമരുന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പോലീസ് കേസെടുത്താൽ ഇതിന്റെ കോടതിയിൽ ശിക്ഷിക്കുന്നത് ഏതാണ്ട് 200 രൂപ അല്ലെങ്കിൽ 700 രൂപയാണ്. മനസ്സിലായോ? ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 1 കിലോ കഞ്ചാവിന് താഴെ പിടിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ലഹരിയുമായി ബന്ധപ്പെട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലീസ് വളരെയധികം ശ്രമകരമായി പിടിച്ച് അവരെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയാൽ ഈ കേസിന്റെ ശിക്ഷ എന്ന് പറയുന്നത് 200 അല്ലെങ്കിൽ ഏകദേശം 700-750 രൂപ എത്തിക്കുകയാണ്. ഒന്നത്. അതേപോലെ തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം, ലഹരി അടിക്കുന്ന കുട്ടികളുടെ മാത്രമായ ഒരു വിഷയമായി ഇതിനെ കാണണ്ട. സമൂഹം ആകമാനം ഒരു മൂല്യച്യുതിയിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ലഹരി ഉപയോഗം കൂടിയിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ വളർത്തുന്ന ശൈലിയിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ജീവിക്കുന്ന ശൈലിയിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന പോലീസ് അവർക്ക് ശമ്പളം വാങ്ങിക്കുവാൻ മാത്രമുള്ള ഒരു ഗവൺമെന്റ് ജോലിയായി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനെ കാണുന്ന ഒരു സ്ഥിതിയുണ്ട്. ഞാൻ പറയാൻ കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ലാസ്റ്റിൽ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി താലൂക്ക് വികസന സമിതിയിൽ ഈ 1-ാം തീയതി നടന്നൊരു ചർച്ചയുണ്ട്. അവിടെ എക്സൈസിനും പോലീസിനും അടക്കം ഇത്തരം ലഹരി സംഘങ്ങളെ കുറിച്ച് വിവരം നൽകിയതിന്റെ പേര് വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഷൈജു ആണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ഷൈജു, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം പറയാം. ഇത് മൊത്തത്തിൽ നാട് മറച്ച് കഞ്ചാവായി. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരാളെ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലീസിനെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ ഇവിടേക്ക് അറിയിപ്പ് കൊടുക്കും.
അതാണ് ഇവിടുത്തെ അവസ്ഥ. അത് കാരണം ജനങ്ങൾക്ക് പേടി. ഈ നിലയ്ക്ക് ഒരു കൊല്ലം കൂടി പോവാണെങ്കിൽ ഇവിടെ ആകെ വെട്ടും ഈ ഇവിടെയൊക്കെ മാരിയൊക്കെ ആവും, ഇവിടെ പുറം രാജ്യങ്ങളിലത്തെ മാരി. ഇതെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നാലും തീരുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പൊതുവേദിയിൽ പ്രതികരിച്ച എല്ലാവരും ഒരേ അഭിപ്രായം തന്നെയാണ്. എല്ലാവരും അക്കാര്യത്തിൽ കേരള സമൂഹം യോജിക്കുന്നില്ല. ഇന്നലെ നിയമസഭയിലടക്കം രാഷ്ട്രീയ വ്യത്യാസമെന്നെ എല്ലാവരും യോജിച്ചതുപോലെ വലിയൊരു പോരാട്ടത്തിലൂടെ മാത്രമേ നമ്മുടെ പുതിയ തലമുറയെ ഈ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയൂ. അതിനെതിരെ അതിശക്തമായ രീതിയിലുള്ള പോരാട്ടം ഈ സമൂഹം നടത്തേണ്ട ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അത്രത്തോളം അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് രാസലഹരിയൊക്കെ വന്ന് അതിനൊക്കെ ഒരിക്കൽ അടിമയായി തീർന്നാൽ പിന്നീട് മടങ്ങിവരവ് പോലും ഏറെക്കുറെ അസാധ്യമായി പോകുന്ന തരത്തിലേക്കൊക്കെയുള്ള മാരക ലഹരി പദാർത്ഥങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അത്തരം വലിയ അപകടത്തെ ഈ നാട് ഒന്നിച്ചു നിന്ന് ഒരേ മനസ്സോടെ നിന്ന് നേരിടേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ നാളേക്ക് നേരെയാവും ഇരുട്ട് വീഴുക. അത്തരം ഒരു പ്രകാശം പരത്തുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രതികരണം കൂടിയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത്തരം ഒരു യോജിപ്പ് നാടിന് ഉണ്ട് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.